ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ അറിയാം, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് പ്രധാനമായും ഡിസ്കസ് ചെയ്ത് ഒന്ന് മോഷൻ ഓഫ് ദി സെന്റർ ഓഫ് മാസിന് എക്സാമ്പിൾ ആണ്. ആ എക്സാമ്പിൾ ചെയ്തപ്പോൾ അതിൽ ഞാൻ പിന്നീട് നിങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ചെയ്ത വീഡിയോ കണ്ടപ്പോൾ അതിൽ ആനിമേഷൻസ്, ജിയോജിബ്രയിൽ ചെയ്ത ആനിമേഷൻസ്, എർത്ത് മൂൺ സിസ്റ്റത്തിന്റെ മൂവ്മെന്റ്, അതിന്റെ ഓർബിറ്റൽ മോഷനും എർത്ത് മൂണും മാത്രമുള്ള മോഷനും ഒക്കെ ചെയ്ത് കാണിച്ചിരുന്നു. അത് ഇവിടെ സ്ക്രീനിൽ എനിക്ക് കാണുന്നത് നല്ല വൃത്തിയായിരുന്നു. അത് ആ ഒരു സ്മൂത്ത് ഇല്ല, വീഡിയോയിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുന്നുണ്ട്. ഞാനത് വീണ്ടും ശ്രമിച്ചൊക്കെ നോക്കി. എങ്ങനെയായാലും ഗൂഗിൾ മീറ്റിന്റെ സ്ക്രീനിൽ അത് എത്തുമ്പോഴേക്ക് ഗൂഗിൾ മീറ്റ് വഴി കാണുമ്പോൾ ചില ആളുകൾക്ക് അതിന്റെ ആ ഒരു ഫുൾ ശരിയായ രീതിയിൽ കാണാൻ പറ്റുന്നില്ല, സ്റ്റക്കായി മൂവ് ചെയ്യുന്നതായിട്ടാണ് തോന്നിയത്. എന്തായാലും അതിന്റെ പാത്തിന്റെ ഷേപ്പ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഓക്കെ, അതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. എന്തോ നെറ്റിന്റെ വിഷയം കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ പലവട്ടം പിന്നെയും അത് മാത്രം റെക്കോർഡ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയൊക്കെ നോക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അത് സ്റ്റക്കായിട്ട് തന്നെ വരികയാണ്. ജിയോജിബ്രയിൽ ചെയ്ത ആനിമേഷൻ ആണ്. എൻ്റെ ലാപ്പിൽ സ്ക്രീനിൽ അത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, എന്തായാലും മനസ്സിലാക്കാൻ അതിലുള്ളത് തന്നെ മതി. നമ്മൾ അവസാനിപ്പിച്ചത് മൊമെന്റ് ഓഫ് ഇനേർഷ്യയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്താണെന്ന് ഡിഫൈൻ ചെയ്തു, ടോർക്ക് ഡിഫൈൻ ചെയ്തു, ആംഗുലാർ മൊമെന്റം, പ്രധാനപ്പെട്ട ഒരുപാട് ക്വാണ്ടിറ്റീസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ആംഗുലാർ മൊമെന്റം പറഞ്ഞു, ആംഗുലാർ മൊമെന്റം കഴിഞ്ഞ് നമ്മൾ ടോർക്ക് പറഞ്ഞു. പിന്നീട് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പറഞ്ഞു. റൊട്ടേഷണൽ മോഷൻ പഠിക്കുമ്പോൾ ഏറ്റവും ആവശ്യം വരുന്ന 3 ക്വാണ്ടിറ്റീസ് ആണ്. ജസ്റ്റ് ലൈക്ക് മൊമെന്റം, ഫോഴ്സ്, ആംഗുലാർ മൊമെന്റവും ടോർക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ. മൊമെന്റ് ഓഫ് ഇനേർഷ്യക്ക് സമാനമായത് മറ്റിടത്ത് മാസ് ആണ്. ഓക്കെ, അപ്പൊ ആ പ്രധാനപ്പെട്ട ക്വാണ്ടിറ്റീസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അത് നിങ്ങൾ മറക്കാൻ പാടില്ല. അതിന്റെ ഡെഫിനിഷൻ അറിയാം. മൊമെന്റ് ഓഫ് ഇനേർഷ്യ I is equal to m സിഗ്മ mr സ്ക്വയർ. സിഗ്മ എന്ന് പറഞ്ഞാൽ mr സ്ക്വയർ സം ചെയ്യുക. ഓരോ മാസ് പാർട്ടിക്കിൾസിന്റെയും mr സ്ക്വയർ എടുത്ത് r പെർപെൻഡിക്കുലർ ആണ്. r എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ഓഫ് റൊട്ടേഷൻ ടു ദി പാർട്ടിക്കിൾ. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എപ്പോഴും പറയേണ്ടത് എബൌട്ട് ആൻ ആക്സിസ് ആണ്. ഒരു റൊട്ടേഷൻ ആക്സിസിന് എബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ടോർക്ക്, ആംഗുലാർ മൊമെന്റം പോലെയുള്ള ക്വാണ്ടിറ്റീസ് എബൌട്ട് എ പോയിന്റ് ആണ് പറയുന്നത്. സോ ടോർക്ക് എബൌട്ട് ഒറിജിൻ, അല്ലെങ്കിൽ മൊമെന്റ് ഓഫ് ആംഗുലാർ മൊമെന്റം എബൌട്ട് ദി ഒറിജിൻ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോയിന്റ്, ഇങ്ങനെയാണ് പറയേണ്ടത്. All these quantities are vectors, and all these moment of inertia is not a vector. All other quantities are vectors. Angular momentum, torque, etc. are vectors. അപ്പോ അതൊക്കെ ക്രോസ് പ്രോഡക്റ്റ് വഴി ഡിഫൈൻ ചെയ്യപ്പെട്ട വെക്ടേഴ്സ് ആണ്. വേറെ ആക്സിയൽ വെക്ടേഴ്സ് എന്ന് പറയും. ക്രോസ് പ്രോഡക്റ്റ് വഴി ഡിഫൈൻ ചെയ്യപ്പെട്ട വെക്ടേഴ്സ് ആണ്. ഓക്കെ, ഇതൊക്കെയാണ് പഠിച്ചത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ കാര്യങ്ങൾ പഠിച്ചു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാസിനെ പോലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കോൺസ്റ്റന്റ് അല്ല. ഒരു പാർട്ടിക്കിളിന്റെ മാസ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കോൺസ്റ്റന്റ് അല്ല എന്ന് പഠിച്ചു. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓരോ ആക്സിസിനനുസരിച്ചും ഡിഫറെന്റ് ആയിരിക്കും മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഉണ്ടാവുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ എന്ന് പഠിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ഒബ്ജക്റ്റിനെ, ഒരു ഗിവൺ ആക്സിസിനെ അബൌട്ടായിട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലുള്ള ഒരു ഒബ്ജക്റ്റിനെ റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ ടോർക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഇറ്റ്സ് എ മെഷർ ഓഫ് റൊട്ടേഷണൽ ഇനേർഷ്യ, ജസ്റ്റ് ലൈക്ക് മാസ് ഈസ് എ മെഷർ ഓഫ് ഇനേർഷ്യ ഫോർ ട്രാൻസ്ലേഷണൽ മോഷൻ. സാധാരണ മോഷനുള്ള ഇനേർഷ്യന്റെ അളവാണ് മാസ് എന്ന് പറയുന്നത് പോലെ, ഒരു ആക്സിസിന് അബൌട്ടായിട്ട് ഒരു റിജിഡ് ബോഡിയെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ എത്രത്തോളം റൊട്ടേറ്റ് ചെയ്യാൻ എത്രത്തോളം മടിയുണ്ട് എന്നുള്ളതിന്റെ ഒരു അളവാണ് റൊട്ടേഷണൽ ഇനേർഷ്യ. അല്ലെങ്കിൽ ഓക്കെ, അത്രയുമാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് അതിന്റെ ബാക്കി കാര്യങ്ങൾ തുടർന്ന് പഠിക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത്. ഇനി നോക്കൂ, അടുത്തത് ഒരു സാധാരണ റൊട്ടേഷണൽ മോഷൻ പഠിക്കുമ്പോൾ പലപ്പോഴും ആവശ്യമായി വരുന്ന, നമ്മൾ അത്ര കണ്ട് ഉപയോഗിക്കില്ല ഈ ടേം, റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ ഉണ്ട്, ഒരു ടേം, ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട്
moment of inertia is expressed in another form. അതാണ് ശരിക്കും പറഞ്ഞ റേഡിയസ് ഓഫ് ഗൈറേഷൻ. ഇഫ് യു നോ ദി റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓഫ് എ റിജിഡ് ബോഡി യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ പോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷൻ ഓരോ റിജിഡ് ബോഡിക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ അബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പറയുന്നത് പോലെ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള റേഡിയസ് ഓഫ് ഗൈറേഷൻ എത്രയാണെന്ന് നമുക്ക് കണ്ടെത്താം. അപ്പോൾ അത് എന്താണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് ചോദിച്ചാൽ അതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഉത്തരം മൊമെന്റ് ഓഫ് ഇനർഷ്യ, റിജിഡ് ബോഡീസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് ഈ ടേബിൾ ഇവിടെ ഇങ്ങനെ നോക്കിയാൽ അറിയാം. ദിസ് ഇസ് mr സ്ക്വയർ, ദിസ് ഇസ് mr സ്ക്വയർ ബൈ 2, ദിസ് ഇസ് ml സ്ക്വയർ ബൈ 2, ദിസ് ഇസ് mr സ്ക്വയർ ബൈ 2, mr സ്ക്വയർ ബൈ 4, mr സ്ക്വയർ ബൈ 2, 2/5 mr സ്ക്വയർ എക്സെട്ര. ഇങ്ങനെയാണ്. ഇപ്പൊ നോക്കൂ, എല്ലാത്തിനും ഒരു mr സ്ക്വയർ ഫോം വരുന്നുണ്ട്. ഒരു ഫാക്ടർ ഇൻറ്റു mr സ്ക്വയർ അല്ലെങ്കിൽ ml സ്ക്വയർ, മാസ് ഇൻറ്റു ദി ലെങ്ത് ഡയമെൻഷന്റെ സ്ക്വയർ ആയിട്ടാണ് എപ്പോഴും മൊമെന്റ് ഓഫ് ഇനർഷ്യ വരുന്നത്. സോ ഇൻ ജനറൽ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എനി ബോഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം I is equal to mk സ്ക്വയർ. നമ്മൾ മൊമെന്റ് ഓഫ് ഇനർഷ്യ അങ്ങനെ എഴുതുകയാണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ is equal to m ഇൻറ്റു സ്ക്വയർ ഓഫ് സം ക്വാണ്ടിറ്റി എന്ന് എഴുതുക. അപ്പൊ ഈ കെയുടെ ഡയമെൻഷൻ എന്തായാലും ഡയമെൻഷൻ ഓഫ് ദി ലെങ്ത് ആയിരിക്കും. where m is the mass of the body and k has the dimension of length, then the k is called radius of gyration. Remember, you are writing moment of inertia in a standard form, that is I is equal to m into square of a quantity, m k square എന്നുള്ള ഫോമിൽ എഴുതുകയാണെങ്കിൽ then the quantity k is called radius of gyration. ശരിക്കും ഈ radius of gyration എന്ന് പറഞ്ഞാൽ ഒരു റിജിഡ് ബോഡിയുടെ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ അതേ ആക്സിസിന് അബൌട്ട് ആയിട്ട് അതേ മാസുള്ള ബോഡി എത്ര അകലത്തിൽ വെച്ചാൽ അതേ മാസുള്ള ഒരു പോയിന്റ് പാർട്ടിക്കിൾ എത്ര അകലത്തിൽ വെച്ചാലാണ് അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുക. അതാണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ. അതിന്റെ ഫിസിക്സ് അതാണ്, അതിന്റെ പിന്നിലുള്ളൊരു മീനിങ് അതാണ്. അങ്ങനെ എഴുതിയാലും മതി. അത് കുറച്ചും കൂടി പ്രയാസമായിരിക്കും എഴുതാൻ. ഇതാണ് പരീക്ഷയ്ക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാൻ പറ്റുക. അതായത് ഇപ്പൊ ഒരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ നോക്കൂ. റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഇസ് mr സ്ക്വയർ. അപ്പൊ mr സ്ക്വയർ ആണ് റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇറ്റ് സെൻട്രൽ ആക്സിസ് ത്രൂ ദി സെന്റർ. അപ്പൊ ഇതേ ആക്സിസ് നിലനിർത്തുക, എന്നിട്ട് റിങ്ങിനെ മറക്കുക. ഇനി ഈ ആക്സിസിൽ നിന്ന് എത്ര മീറ്റർ അകലത്തിൽ ഈ റിങ്ങിന്റെ മൊത്തം മാസുള്ള ഒരു പോയിന്റ് പാർട്ടിക്കിൾ വെച്ചാലാണ് mr സ്ക്വയർ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടുക എന്ന് നോക്കുക. എത്രയായിരിക്കും? 6 അകലത്തിൽ വെച്ചാലാണ് കിട്ടുക. ഈ റിങ്ങിനെ മറക്കുക, ഈ ആക്സിസ് അതേപോലെ സങ്കല്പിക്കുക. എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, ഈ ആക്സിസിൽ നിന്നും എത്ര മീറ്റർ അകലത്തിൽ ഒരു പോയിന്റ് മാസ്, റിങ്ങിന്റെ മൊത്തം മാസിന്റെ അതേ മാസുള്ള ഒരു പോയിന്റ് മാസ് വെച്ചാലാണ് റിങ്ങിന്റെ അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യന് വരിക. അപ്പൊ റിങ്ങിന്റെ റേഡിയസ് 6 ആണെങ്കിൽ 6 മീറ്റർ അകലത്തില് ക്യാപിറ്റൽ M, അതായത് റിങ്ങിന്റെ അതേ മാസുള്ള ഒരു പോയിന്റ് മാസ് വെച്ചാൽ ആ പോയിന്റ് മാസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് അബൌട്ട് ദിസ് ആക്സിസ് ഈസ് m ഇൻറ്റു ടോട്ടൽ മാസ് ഓഫ് ദി റിംഗ് ഇൻറ്റു r സ്ക്വയർ. സോ mr സ്ക്വയർ. അപ്പൊ ഇതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടി. ഈ കേസിൽ അത് ഏതാണ്? ഈ ആക്സിസ് ആണ്. ഡയമെട്രിക്കൽ ആക്സിസ് ആണെങ്കിൽ mr സ്ക്വയർ ബൈ 2 ആണ്. അപ്പൊ r/√2 അകലത്തിൽ വെച്ചാലാണ് ഇവിടെ mr സ്ക്വയർ ബൈ 2 എന്ന് വരുള്ളൂ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അപ്പൊ അതാണ് അതിന്റെ അർത്ഥം. അത് ഇനി മനസ്സിലായ ഇല്ലെങ്കിൽ ഈ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് I ആണെങ്കിൽ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടണമെങ്കിൽ അതേ ആക്സിസിൽ നിന്ന് റിജിഡ് ബോഡിയുടെ ടോട്ടൽ മാസിന്റെ അതേ മാസിന്റെ ഒരു പോയിന്റ് മാസ് എത്ര അകലത്തിൽ വെച്ചാലാണ് അതേ മൊമെന്റ് ഓഫ് ഇനർഷ്യ വരിക. ആ അകലത്തിനെയാണ് എന്ത് പറയുന്നത്? റേഡിയസ് ഓഫ് ഗൈറേഷൻ എന്ന് പറയാൻ. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. ഓക്കെ, ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പൊ ഇത് എഴുതിയാൽ മതി. റേഡിയസ് ഓഫ് ഗൈറേഷൻ k എന്ന് എഴുതുക. എന്നിട്ട് താഴെ എഴുതുക, മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിജിഡ് ബോഡി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ദി ഫോം I is equal to mk സ്ക്വയർ. mk സ്ക്വയർ ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ then k is called, k has the dimension of the length. അപ്പോ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml സ്ക്വയർ ആണ്. അപ്പൊ ഇവിടെ m വന്നു, പിന്നെ l സ്ക്വയർ ആണ് k സ്ക്വയർ ഡയമെൻഷൻ വരേണ്ടത്. സോ k has the dimension of length, where m is the mass of the body and then k has the dimension of length, and here the k is called radius of gyration. അപ്പൊ ഇക്വേഷൻ അനുസരിച്ച് k എന്ന് പറഞ്ഞാൽ k സ്ക്വയർ എന്ന് പറഞ്ഞാൽ I/m വരും. k എന്ന് പറഞ്ഞാൽ റൂട്ട് I/m. അപ്പൊ നോക്കൂ, റൂട്ട് ഓഫ് mr സ്ക്വയർ ബൈ m എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? m ക്യാൻസൽ ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് r സ്ക്വയർ r വരും. ഈ റിങ്ങിന്റെ കേസിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇവിടെ റൂട്ട് ഓഫ് mr സ്ക്വയർ ബൈ 2 ഡിവൈഡഡ് ബൈ m എന്ന് പറഞ്ഞാൽ m ക്യാൻസൽ ചെയ്യുമ്പോഴും r സ്ക്വയർ ബൈ 2 എന്ന് വരും. അതിന്റെ റൂട്ട് എടുത്താൽ r/√2 എന്ന് വരും. അങ്ങനെ ഓരോ റിജിഡ് ബോഡിക്കും you can define a radius of gyration instead of defining the moment of inertia. Once you have the radius of gyration, you can evaluate the moment of inertia using this equation I is equal to mk square. If k is the radius of gyration, that means a moment of inertia is mk square.
അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ പോലെ തന്നെ റേഡിയസ് ഓഫ് ഗൈറേഷനും ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടാണ് പറയേണ്ടത്. ഓക്കെ, ദാറ്റ് ഇസ് ആൾ അബൌട്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഓക്കെ, ഇനി നമ്മൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പലപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്. മൊമെന്റ് ഓഫ് ഇനേർഷ്യയുടെ തിയറംസ് ഉപയോഗിച്ചും അല്ലാതെയൊക്കെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ. ഡയറക്റ്റ് മെത്തേഡിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ ശരിക്കും നിങ്ങൾക്കില്ല. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ചില കേസുകളുണ്ട്. അതിൽ ഒന്നാണ് റിങ്. അപ്പൊ റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ മാത്രം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കാണും. ബാക്കിയെല്ലാം നമ്മൾ അതിന്റെ സിമെട്രിക് ആക്സിസിന്, ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും സിമെട്രിക് ആയിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ആക്സിസ്. ഒരു സ്ഫിയറിന്റെ കേസിൽ അതിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഏതൊരു ആക്സിസും ആക്സിസ് ഓഫ് സിമെട്രി ആണ്. ഒരു സിലിണ്ടറിന്റെ കേസിൽ ആ സിലിണ്ടറിന്റെ ലെങ്ത്തിന് പാരലൽ ആയിട്ടുള്ള സിലിണ്ടറിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന സിലിണ്ടറിന്റെ ലെങ്ത്തിന് പാരലൽ ആയിട്ടുള്ള ആ സിലിണ്ടറിന്റെ ആക്സിസിനെയാണ് ആക്സിസ് ഓഫ് സിമെട്രി. അത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, ആക്സിസ് ഓഫ് സിമെട്രി. ഒരു ഡിസ്കിന്റെ ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ സെന്ററിലൂടെ കടന്നു പോകുന്ന ഡിസ്കിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. അപ്പൊ അങ്ങനെയുള്ള ആ മെയിൻ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾ ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കണം. ആ ടേബിൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ആ ടേബിളിലുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യകൾ അത് ഉപയോഗിച്ചിട്ട് അതേ ബോഡിയുടെ മറ്റ് ആക്സിസുകൾക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും. അപ്പൊ അതിന് നിങ്ങൾക്ക് ആദ്യം ഈ മെയിൻ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ സിമെട്രിക് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആക്സിസ് ഓഫ് സിമെട്രിക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയണം. അത് ആ ടേബിളിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുക്കുക തന്നെ വേണം, ബൈ ഹാർട്ട് ആയിട്ട് പഠിക്കുക തന്നെ വേണം. So first question is, first moment of inertia of a thin ring about an axis through, find the moment of inertia of a thin ring about an axis through center and perpendicular to its plane, that is the symmetric axis or axis of symmetry of the ring. Also find the radius of gyration. റിങ്ങിന്റെ റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണണം. ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതുക, ഇത് നമ്മൾ ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്, ഡിവൈഡ് ദി റിംഗ് ഇൻടു ലാർജ് നമ്പർ ഓഫ് സ്മാൾ സെക്ഷൻസ് ഓഫ് മാസ് ഡെൽറ്റ എം. ഈ മൊത്തം റിങ്ങിനെ ചെറിയ 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 പാർട്ടുകളായിട്ട് സങ്കല്പിക്കുക. ഇൻഫിനിറ്റ്ലി ലാർജ്, വളരെ ലാർജ് നമ്പറുള്ള സ്മാൾ പാർട്സ് ആയിട്ട് സങ്കല്പിക്കുക. അപ്പോ എന്നിട്ട് അങ്ങനെ നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഈ ആക്സിസിൽ നിന്നും ഈ ഓരോ പാർട്ടിക്കിളിലേക്കുള്ള അകലം എന്ത് തന്നെയാണ്? ആർ തന്നെയാണ്. റേഡിയസ് ഓഫ് ദി റിംഗ് ആയിരിക്കുമല്ലോ. ദ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആക്സിസ് ടു ഓൾ ദി മാസസ്, ഈ ഓൾ സെക്ഷൻസ്, എല്ലാ മാസ് പാർട്ടിക്കിൾസിലേക്കുമുള്ള അകലം ആർ തന്നെയാണ്. അപ്പൊ നമ്മുടെ റിങ്ങിന് പകരം ഇനി റിങ്ങിന്റെ ഓരോ ലൊക്കേഷനിലും വെച്ചിട്ടുള്ള ചെറിയ 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 മാസ് പാർട്ടിക്കിൾസ് ആണ്. ഓരോന്നിനും ഈക്വൽ മാസ് ആണ്. ഡെൽറ്റ എം ആണ് ഓരോ പാർട്ടിക്കിളിന്റെയും മാസ്. ഓരോന്നും ആക്സിസിൽ നിന്നും 6 മീറ്റർ അകലത്തിലാണ്. സോ ദിസ് ഈസ് അവർ റിംഗ്. ഇതിന്റെ ആക്സിസ് ആണ് ഇത്. അങ്ങനെയുള്ള ചെറിയൊരു സെക്ഷൻ ആണ് ഇവിടെ വലുതാക്കി കാണിച്ചത്. അതിന്റെ മാസ് ഡെൽറ്റ എം ആണ്. അതിൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ പി എന്ന് ഞാൻ കൊടുത്തു, which is rp will be equal to radius of the ring r. ഈ ആർ പിയും ഈ ആറും ഈക്വൽ ആയിരിക്കും. അപ്പൊ ഞാൻ മൊമെന്റ് ഓഫ് ഇനർഷ്യന്റെ ഇക്വേഷൻ അനുസരിച്ച് എന്താണ്? സിഗ്മ എം ഐ ആർ ഐ സ്ക്വയർ, ആർ ഐ പെർപെൻഡിക്കുലർ സ്ക്വയർ ഡിവൈഡഡ് ബൈ, അല്ല, സിഗ്മ എം ഐ ആർ ഐ പെർപെൻഡിക്കുലർ സ്ക്വയർ. ദാറ്റ് ഈസ് ദി റിലേഷൻ ഇക്വേഷൻ ഫോർ ഡിഫൈൻ മൊമെന്റ് ഓഫ് ഇനർഷ്യ. അല്ലെങ്കിൽ M1 R1 പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് M2 R2 പെർപെൻഡിക്കുലർ സ്ക്വയർ പ്ലസ് എക്സെട്ര അങ്ങനെ പോകും. ഇവിടെ നമുക്ക് ലാർജ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ ഓരോന്നിന്റെ എടുത്താൽ ഓരോന്നിന്റെയും മാസ് ഡെൽറ്റ എം തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ സെക്ഷൻ എടുത്താൽ ഡെൽറ്റ എം ഇൻറ്റു ക്യാപിറ്റൽ ആർ ആണ് അവിടേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആർ സ്ക്വയർ. രണ്ടാമത്തേലും അത് തന്നെ ഡെൽറ്റ എം ഇൻറ്റു ക്യാപിറ്റൽ ആർ സ്ക്വയർ. അങ്ങനെ 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 ഓരോ ടേമും സം ചെയ്യണം. അപ്പൊ എല്ലാത്തിലും ആർ സ്ക്വയർ ഉണ്ട്. ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്തു. പിന്നെ വരും ഡെൽറ്റ എം പ്ലസ് ഡെൽറ്റ എം പ്ലസ് ഡെൽറ്റ എം പ്ലസ് എക്സെട്ര. അങ്ങനെ മൊത്തം ഈ റിംഗിലുള്ള എല്ലാ സെക്ഷൻസിന്റെയും മാസ് എടുത്ത് സം ചെയ്യുക. അപ്പൊ ഈ ബ്രാക്കറ്റിലുള്ള ഈ മാസുകൾ കൂട്ടിയാൽ കിട്ടിയ റിംഗിന്റെ ടോട്ടൽ മാസ് ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു എം ആർ സ്ക്വയർ. സോ ദിസ് ഈസ് വെരി സിമ്പിൾ. ഇങ്ങനെയാണ് റിംഗിന്റെ ഈ സെൻട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ കാണുന്നത്. അത് നമ്മൾ ഡയറക്റ്റ് മെത്തേഡിൽ കണ്ടു. ഓക്കെ, അപ്പൊ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ് ചിലപ്പോൾ ചോദിക്കാം ഈ പ്രോബ്ലം. റിംഗിന്റെ മാത്രമേ ഇങ്ങനെ ഡയറക്റ്റ് കാണാൻ ചോദിക്കുള്ളൂ. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ റിംഗ്, റിംഗ് ഇൻ റിംഗ്, തിക്നെസ് മൈൻഡ് ചെയ്യുന്നില്ല, തിക്നെസ് നെഗ്ലിജിബിൾ ആണ്. സോ തിൻ റിംഗ് ആയിട്ടുള്ള ഒരു റിംഗിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എഴുതണം എല്ലാവരും. ഓക്കെ, സോ ദിസ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ റിംഗ്, എം ആർ സ്ക്വയർ. അത് ഓർത്തിരിക്കുക, എം ആർ സ്ക്വയർ ആണ്. അത് ആലോചിച്ചാൽ തന്നെ പെട്ടെന്ന് കിട്ടും എം ആർ സ്ക്വയർ ആണെന്നുള്ളത്. ഓക്കെ, സോ ഐ ഈസ് ഈക്വൽ ടു എം ആർ സ്ക്വയർ.
ഈ റേഡിയസ് ഓഫ് ഗൈറേഷൻ വളരെ സിമ്പിൾ ആണ്. ഐ കിട്ടി കഴിഞ്ഞാൽ റൂട്ട് ഐ ബൈ എം ആണ് റേഡിയസ് ഓഫ് ഗൈറേഷൻ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ റൂട്ട് ഓഫ് എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ എം റൂട്ട് ഓഫ് ആർ സ്ക്വയർ ദാറ്റ് വിൽ ബി ആർ. റേഡിയസ് ഓഫ് ഗൈറേഷൻ കെ ഇസ് ഈക്വൽ ടു റൂട്ട് ഐ ബൈ എം which is equal to root of mr square. I is mr square divided by m. M and m will cancel, so root of r square which is equal to r. So radius of gyration is r. Okay. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു രണ്ട് തിയറംസ് ഉണ്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യയുമായി ബന്ധപ്പെട്ട്. ദ തിയറംസ് ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദി പാരലൽ ആക്സിസ് തിയറം ആൻഡ് ദി പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. അങ്ങനെ രണ്ട് തിയറംസ് ഉണ്ട്. രണ്ട് തിയറംസിൽ ഏതെങ്കിലും ഒന്ന് പരീക്ഷയ്ക്ക് എല്ലാ വർഷം എന്ന് പറയുമ്പോൾ ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ട ഒരു പ്രോബ്ലം ചോദിക്കും. ഈ രണ്ടിലേതെങ്കിലും ഒരു രീതിയിൽ ഇത് കാണാത്ത ക്വസ്റ്റ്യൻ പേപ്പർ വളരെ റയറാണ്. ഇത്രയും പ്രധാനപ്പെട്ട ഒരു തിയറംസ് ആണ് പാരലൽ ആക്സിസ് തിയറം ആൻഡ് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം. നിങ്ങൾ നേരിട്ട് ആ തിയറം ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ അത് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു പ്രോബ്ലം. രണ്ടിലൊന്ന് എന്തായാലും ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ രണ്ടും ചോദിച്ച കാലങ്ങളും ആദ്യം തിയറം ചോദിക്കുന്നുണ്ട്, അതിന്റെ അപ്ലിക്കേഷൻ ചോദിക്കും. ഓക്കെ, this is the hot area of this chapter, moment of inertia and related theorems and their problems. So first theorem is called the perpendicular, heading എഴുതിയിട്ടാവും എല്ലാവരും. അടുത്ത താഴെ ഒന്നും എഴുതിയിട്ട് എഴുതുക, perpendicular axis theorem. Perpendicular axis theorem. Remember, perpendicular axis theorem ബാധകമാകുന്നത് ഒന്നാമത് തന്നെ മനസ്സിലാക്കുക, തിൻ ലാമിനകൾക്കാണ്. തിൻ ലാമിന എന്ന് പറഞ്ഞാൽ തിൻ ഷീറ്റ് ലൈക്ക് ബോഡീസിനാണ്. ഒരു തിക്കായിട്ടുള്ള വലിയ ഒബ്ജക്റ്റിന് നേരിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഒരു ഷീറ്റ് പോലെ ഒരു പ്ലെയിനിൽ ഒതുങ്ങി നിൽക്കുന്ന ഒബ്ജക്ട്സിനാണ്, പ്ലെയിൻ ഷീറ്റ് പോലെയുള്ള ഏതെങ്കിലും ഷേപ്പിലുള്ള ഒരു ലാമിനക്കാണ് എപ്പോഴും, പ്ലെയിനാർ ബോഡിക്കാണ് എപ്പോഴും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഇറ്റ് ഈസ് വാലിഡ് ഓൺലി ഫോർ പ്ലെയിനാർ ഒബ്ജക്ട്സ് ഓർ പ്ലെയിനാർ ബോഡീസ് ഓർ ലാമിന. അപ്പൊ ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ ലാമിന സങ്കല്പിക്കുക, ഒരു തിൻ ഷീറ്റ് ആണ്. ആ തിൻ ഷീറ്റിൽ ഞാൻ അതിന്റെ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ഇസഡ് ആക്സിസ്. ഇനി അതേപോലെ തന്നെ അതിന്റെ പ്ലെയിനിലൂടെ കടന്നു പോകുന്ന ഈ മൂന്നിനും കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ വരുന്ന രീതിയിൽ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. മനസ്സിലായല്ലോ? അപ്പൊ ഇതില് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു തിൻ ഷീറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ലാമിന പോലെയുള്ള, അല്ലെങ്കിൽ ഒരു പ്ലെയിനാർ ഒബ്ജക്റ്റിന്റെ കേസിൽ if Ix and Iy are the moment of inertia of this object about this x-axis and y-axis. Remember, x and y are two mutually perpendicular axes. ശരിക്കും പറഞ്ഞാൽ ഈ പ്ലെയിൻ ബോഡിയിൽ, ഈ ബോഡിയുടെ പ്ലെയിനിൽ കിടക്കുന്ന പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ആക്സിസ്, അത് നമ്മൾ പേര് കൊടുക്കാണ് എക്സ് വൈ എന്നുള്ളത്. ആ രണ്ട് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് Ix Iy എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ ആ രണ്ട് ആക്സിസിന്റെയും പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിലൂടെ കടന്നു പോകുന്ന ആ രണ്ട് ആക്സിസിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മൂന്നാമത്തെ ഒരു ആക്സിസ് ആണ് ഇസഡ് ആക്സിസ്. അപ്പോൾ ആ ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് പ്ലസ് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് വൈ വിൽ ഗിവ് യു ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇസഡ്. ഇത് ചോദിച്ചാൽ ഈ ഫോർ എ പ്ലെയിനാർ ബോഡി ഇഫ് Ix and Iy are the moment of inertia about x and y axis, അവിടെ lying in the plane of body എന്ന് എഴുതി. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. എക്സ് ആൻഡ് വൈ ഞാൻ പേര് കൊടുക്കുകയാണ്. ഏത് രണ്ട് ആക്സിസും വിത്ത് ലൈസ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ബോഡി, എക്സ് വൈ പെർപെൻഡിക്കുലർ ആണ്. അപ്പൊ അതുകൊണ്ട് പിന്നെ എനി ടു ആക്സിസ് ലൈങ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ബോഡി ആൻഡ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എക്സ് വൈ എടുക്കുമ്പോൾ പെർപെൻഡിക്കുലർ പ്രത്യേകം പറയണം, കാരണം വി നോ ദാറ്റ് ദി എക്സ് ആൻഡ് വൈ ആക്സിസ് ആർ പെർപെൻഡിക്കുലർ. അപ്പൊ അങ്ങനെയുള്ള നമുക്ക് ആവശ്യമുള്ള രണ്ട് ആക്സിസ് ഉണ്ട്, അല്ലെങ്കിൽ രണ്ട് ആക്സിസ് സങ്കല്പിക്കുക. ആ രണ്ട് ആക്സിസിനും ഒന്നിന് എക്സ് ഒന്നിന് വൈ ആയിട്ട് സങ്കല്പിച്ചാൽ കുഴപ്പമില്ലല്ലോ. then the moment of inertia about z axis. പിന്നെ z axis എന്ന് പറഞ്ഞാൽ ആ രണ്ട് പ്ലെയിൻ, ആ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസിനും കൂടി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ റിജിഡ് ബോഡിയുടെ ഈ ഷീറ്റ് ലൈക്ക് സ്ട്രക്ചറിന്റെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള z ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ Ix plus Iy is equal to Ic. ഇതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ ഈ ചിത്രം വരച്ച് Ix എന്താണ്, Iy എന്താണ്, Iz എന്താണെന്ന് എഴുതി Iz is equal to Ix plus Iy. ഉദാഹരണത്തിന് ഒരു കുട്ടി ചിത്രവും വരച്ച് Ix is the moment of inertia about the x-axis, Iy is the moment of inertia about the y-axis, and Iz is the moment of inertia about the z-axis. Then Iz is equal to Ix plus Iy എന്ന് എഴുതുക. നോക്കുക, എനിക്ക് ഒരിക്കലും ഇതിപ്പോ മൂന്ന് ആക്സിസ് ഒരേപോലെ ഉണ്ടല്ലേ. Ix is equal to Iz plus Iy ഈ ചിത്രം അനുസരിച്ച് എഴുതിയാൽ തെറ്റാണ്. Ix ഒരിക്കലും Iz plus Iy എഴുതാൻ പറ്റില്ല. ബിക്കോസ് Iz ഉം Iy യും ഈ റിജിഡ് ബോഡിയുടെ പ്ലെയിനിൽ കിടക്കുന്ന ആക്സിസുകളല്ല.
ഈ റിജിഡ് ബോഡിയുടെ പ്ലെയിനിൽ കിടക്കുന്ന ആക്സിസുകൾ എക്സും വൈയും മാത്രമാണ്. സോ യു ക്യാൻ സം എക്സ് ആൻഡ് വൈ, അതായത് ഐ എക്സ് പ്ലസ് ഐ വൈ കാണാം. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഐ ഇസഡിന് ഈക്വൽ ആയിരിക്കും. മറ്റത് രണ്ടും പറയാൻ പറ്റില്ല. ഐ എക്സ് പ്ലസ് ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ വൈ എന്നൊന്നും എഴുതാൻ പറ്റില്ല. ഇതിൽ നിന്ന് തന്നെ കൃത്യമാണ്. ഐ ഇസഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് എഴുതാൻ പറ്റും. മറ്റാവുമ്പോൾ മൈനസ് ആവുമല്ലോ. ഓക്കെ, അപ്പൊ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എല്ലാവർക്കും കിട്ടിയല്ലോ. ഇനി ഇതിന്റെ നീണ്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. തിയറം ഇത് വേണമെങ്കിൽ എഴുതി വെക്കാം. The theorem states that the moment of inertia of a plane lamina about an axis perpendicular to its plane is equal to, about an axis perpendicular to its plane എന്ന് പറഞ്ഞാൽ z axis ആണ് ഇവിടെ, is equal to the sum of the moment of inertia about two mutually perpendicular axes. Sum of moment of inertia about two mutually perpendicular axes ആണ് ഇവിടുത്തെ എക്സും വൈയും ആക്സസ്. ടു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആക്സസ് ലൈങ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ. ഈ എക്സും വൈയും ഈ റിജിഡ് ബോഡിയുടെ പ്ലെയിനിൽ തന്നെ കിടക്കുന്നതാണ്. ലൈങ് ഇൻ ഇറ്റ്സ് പ്ലെയിൻ ഇന്റർസെക്ടിങ് ഈച്ച് അതർ അറ്റ് ദി പോയിന്റ് വേർ ദി പെർപെൻഡിക്കുലർ ആക്സിസ് പാസസ് ത്രൂ ദി ലാമിന. ഈ എക്സും വൈയും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റ് എവിടെയായിരിക്കണം? ഇസഡ് ആക്സിസ് ഈ ലാമിനയിൽ കട്ട് ചെയ്യുന്ന അതേ പോയിന്റ് തന്നെ ആയിരിക്കണം. സോ മൂന്ന് ആക്സിസും കോമൺ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ആ പ്ലെയിൻ ലാമിനയുടെ സർഫസിൽ ഉണ്ടായിരിക്കണം. ഇത്രയും കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം, എന്നാലേ നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. ഇതാണ് അതിന്റെ എക്സാക്ട് സ്റ്റേറ്റ്മെന്റ്. ഈ സ്റ്റേറ്റ്മെന്റ് പഠിച്ച് എഴുതാൻ പറ്റുന്നവർ അതുപോലെ എഴുതുക. ഈ സ്റ്റേറ്റ്മെന്റ് പഠിക്കാൻ പ്രയാസമുള്ള കുട്ടികളും ഉണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി. ഇത് എഴുതിയാൽ, ഈ ആദ്യത എഴുതിയ ഈ സാധനം വേണമെന്നില്ല, ബാക്കിയുള്ളത് എഴുതിയാലും ഫ്രം എക്സാം പോയിന്റ് ഓഫ് വ്യൂ യു ക്യാൻ സ്കോർ യുവർ മാർക്സ്. ഓക്കെ, ഐ ഇസഡ് ഇസ് ഈക്വൽ ഐ എക്സ് പ്ലസ് ഐ വൈ എന്ന് മാത്രം എഴുതി വെക്കരുത്. ചിത്രം വേണം. ഐ എക്സ് എന്തെന്ന് എഴുതണം, ഐ വൈ എന്തെന്ന് എഴുതണം, ഐ ഇസഡ് എന്തെന്ന് എഴുതണം. ഐ എക്സ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എക്സ് ആക്സിസ്, ഐ വൈ ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് വൈ ആക്സിസ്, ഐ ഇസഡ് ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ഇസഡ് ആക്സിസ്. ബാക്കി കാര്യങ്ങളൊക്കെ ചിത്രത്തിൽ നിന്ന് വ്യക്തമാക്കണം. എക്സും വൈ കൊണ്ട് തന്നെ എക്സ് പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. എക്സും വൈ മീറ്റ് ചെയ്യുന്ന കട്ട് ചെയ്യുന്ന പോയിന്റിലൂടെ തന്നെയാണ് ഇസഡ് വരയ്ക്കേണ്ടത്. അപ്പൊ അങ്ങനെ വരയ്ക്കുമ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ ഈ ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ്. ഇങ്ങനെയുള്ള മൂന്ന് ആക്സിസ് ഉണ്ടെങ്കിൽ എക്സും വൈയും ഇസഡും ആയിട്ട് എടുക്കുകയാണെങ്കിൽ then ix plus iy should be equal to iz. ഇതാണ് perpendicular axis theorem. ഓക്കെ, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. ഒരിക്കൽ കൂടി ഇത് വായിക്കാം. The theorem states that the moment of inertia of a plane lamina about an axis perpendicular to its plane is equal to the sum of moment of inertia about two mutually perpendicular axes lying in its plane and intersecting each other at the point where the perpendicular axis passes through the lamina. ലാമിന എന്ന് പറഞ്ഞ ഒരു പ്ലാനാർ ബോഡി എന്നാണ്, പ്ലെയിൻ ഷീറ്റ് ലൈക്ക് ബോഡി. അത്രേ ഉള്ളൂ. Okay, so that is perpendicular axis theorem. എല്ലാവരും നല്ലോണം പഠിച്ച് നോക്കി വായിച്ച് മനസ്സിലാക്കി ഇപ്പൊ തന്നെ ചെയ്യണം. അതിന്റെ പ്രോബ്ലം ചെയ്യണം. നമുക്ക് പ്രോബ്ലം പലതും ചോദിക്കും, ഒരു പ്രോബ്ലം ചെയ്തുതരും. എല്ലാം ഒരേമാതിരി തന്നെയാണ്. ലോജിക്, ആ ഒരു ലോജിക് വെച്ച് എല്ലാം നിങ്ങൾക്ക് ചെയ്യാം. പ്രത്യേകിച്ച് പ്രയാസമൊന്നുമില്ല, സിമ്പിൾ പ്രോബ്ലം ആണ്. ഈ ചാപ്റ്ററിൽ നിന്ന് ഇത് ഈ ഭാഗം വന്നാൽ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്, ആൻസർ ചെയ്യാം. ഓക്കെ, അപ്പോൾ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം മനസ്സിലാക്കി സ്ഥിതിക്ക് ഇനി നമുക്ക് അതിന്റെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. Okay, so first find the moment of inertia of a ring about a diameter. ഒരു റിങ്ങിന്റെ സെൻട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ സെൻട്രലിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആ സിമെട്രിക് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ തൊട്ടടുത്ത പ്രോബ്ലത്തിൽ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് ഫൗണ്ട് ടു ബി mr സ്ക്വയർ. അല്ലെങ്കിൽ നിങ്ങൾ അത് കാണാതെ പഠിക്കേണ്ടതാണ്. അത്തരം മൊമെന്റ് ഓഫ് ഇനർഷ്യ റിങ്ങിൻ്റെത്, സിലിണ്ടറിൻ്റെത്, ഡിസ്കിൻ്റെത്, സ്ഫിയറിൻ്റെത്, ഒരു ലോങ് റോഡിൻ്റെത്, ഇത്രയും കാര്യങ്ങൾ ഒക്കെ പഠിക്കാം. So moment of inertia about ring about a diameter ആണ് കാണാം. So this is our ring. So this is the central and symmetric axis. ഇതിനെ about ആയിട്ടുള്ള moment of inertia, ഇതിനെ ഞാൻ z axis ആയിട്ട് എടുത്തു. ഇതിനെ about ആയിട്ടുള്ള moment of inertia നമുക്ക് അറിയാം mr സ്ക്വയർ ആണ്. അപ്പോൾ moment of inertia about this z axis is mr സ്ക്വയർ. നമ്മൾ നേരത്തെ ചെയ്തതാണ്, mr സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ? ക്വസ്റ്റ്യൻ എഴുതണം, ഫൈൻഡ് ദി mi. ഇനി ഞാൻ ഈ mi എന്നുള്ള പദമായിരിക്കും എല്ലായിടത്തും ഉപയോഗിക്കുക. ഇത് ഫോണിന്റെ കമ്പനി അല്ല, ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. mi എന്ന് പറഞ്ഞാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യക്ക് എപ്പോഴും ഇനി ഇങ്ങനെ ടൈപ്പ് ചെയ്യാൻ ഷോർട്ട് ആക്കാൻ വേണ്ടിയിട്ട് mi എന്നാണ് എല്ലായിടത്തും കൊടുക്കുക. അത് കണ്ടിട്ട് ആരും ഇതെന്താ സാധനം എന്ന് മനസ്സിലാക്കാം, തെറ്റി പേടിക്കണ്ട. ഇറ്റ്സ് മൊമെന്റ് ഓഫ്, ഇറ്റ്സ് ആൻ അബ്രീവിയേഷൻ ഫോർ മൊമെന്റ് ഓഫ് ഇനർഷ്യ. സോ സെൻട്രൽ ആക്സിസ് z, അതിനെ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമ്മൾ നേരത്തെ പഠിച്ചു. I z is equal to mr സ്ക്വയർ.
ഇനി ഡയമീറ്റർ ആണ്, എ ബി എന്ന് പറയുന്ന ഒരു ഡയമീറ്റർ ആണ്. അപ്പൊ അത് ഞാൻ ഒരു ആക്സിസ് ആയിട്ട് സങ്കല്പിച്ചു, സേ വൈ ആക്സിസ്. വേറൊരു ഡയമീറ്റർ അതേപോലത്തെ സങ്കല്പിക്കുക, സി ഡി വേറൊരു ഡയമീറ്റർ ആണ് ഈ റിങ്ങിന്റെ. ആ എ ബിയും സി ഡിയും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയമീറ്റേഴ്സ് ഞാൻ എടുത്തു. അപ്പൊ ഇതിന് എക്സും ഇതിന് വൈയും കൊടുത്തു. അപ്പൊ ഇത് സെഡ്. മനസ്സിലായല്ലോ? എനിക്ക് ഐ ക്യാൻ ചൂസ് എനി ടു. ഒരു റിങ്ങിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് എ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഏത് ഡയമീറ്ററിന് എടുത്താലും ഒരേ വാല്യൂ ആണ് മൊമെന്റ്, ബിക്കോസ് ദ റിംഗ് ഈസ് സിമെട്രിക് അബൌട്ട് എനി ഡയമീറ്റർ. റിങ് ഒരു ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് സിമെട്രിക് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത് ഡയമീറ്റർ എടുത്താലും അതിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം ആയിരിക്കും. റിംഗ് ഈസ് സിമെട്രിക് അബൌട്ട് എ ഡയമീറ്റർ. അതുകൊണ്ട് തന്നെ മൊമെന്റ് ഓഫ് ഇനർഷ്യയും ആ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട് ഏത് ഡയമീറ്റർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. സോ ടു സോൾവ് ദിസ് പ്രോബ്ലം ദ ഈസിയസ്റ്റ് വേ ഈസ് ടു ചൂസ് പെർപെൻഡിക്കുലർ. കാരണം നമുക്ക് പെർപെൻഡിക്കുലർ ആക്സിസ് ഹിയർ അപ്ലൈ ചെയ്യണമെങ്കിൽ രണ്ട് പെർപെൻഡിക്കുലർ ആക്സിസ് വേണം. നമ്മൾ ഈ സെൻട്രൽ ആക്സിസിന് ഇസഡ് കൊടുത്തു. സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിൽ വരും, റിങ്ങിന്റെ പ്ലെയിനിൽ കിടക്കുന്ന പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയമീറ്റർ വരച്ചാൽ അതിനെ രണ്ട് ആക്സിസ് ആയിട്ട് എടുത്താൽ എക്സും വൈയും കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് നിങ്ങളുടെ ലോജിക്ക് പോകേണ്ടത്. ഓക്കെ, പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യണമെങ്കിൽ യു നീഡ് ടു പെർപെൻഡിക്കുലർ ആക്സിസ് ലൈങ് ഇൻ ദി പ്ലെയിൻ ഓഫ് ദി ഒബ്ജക്ട്. ഇവിടെ റിങ്ങിന്റെ അതേ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് വരച്ചാൽ അവയെ രണ്ട് ആക്സിസ് ആയിട്ട് എടുക്കാം. അതിന് അക്രോസ് ആയിട്ടുള്ള രണ്ടിനും അക്രോസ് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ സെയിം തന്നെ ആയിരിക്കും. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ കിട്ടിക്കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഇസഡ് ആക്സിസിന് മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. നേരെ തിരിച്ചും ചെയ്യാം. ഇസഡ് ആക്സിസിന് അബൌട്ടായുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാമെങ്കിൽ മറ്റതും കണ്ടെത്താൻ പറ്റും. സോ ഈ റിംഗ് വരക്കുക, സെൻട്രൽ ആക്സിസ് വരക്കുക, എന്നിട്ട് ഈ ഐ ഇസഡ് എം ആർ സ്ക്വയർ ആണെന്ന് എഴുതാം. അതിന് ഇസഡ് എന്ന് പേര് കൊടുക്കുക സെൻട്രൽ ആക്സിസിന്. പിന്നെ രണ്ട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ഡയമീറ്റേഴ്സ് കിട്ടണം. ആ രണ്ട് ഡയമീറ്റേഴ്സിൽ ഒന്നിനെ എക്സ് എന്നും ഒന്നിനെ വൈ ആക്സിസ് ആയിട്ടും മാർക്ക് ചെയ്യുക, എക്സ്റ്റെൻഡ് ചെയ്ത് മാർക്ക് ചെയ്യാം. Now you have your x axis, your y axis and z axis, and you can see that x and y axis lie in the plane of the ring, and both x and y axis are along the two perpendicular diameters. And if ix and iy are the moment of inertia about x and y axis, both ix and iy gives you the moment of inertia about diameter. ഈ റിങ്ങിന്റെ രണ്ട് ഡയമീറ്റർ ആണ് എക്സ് ആക്സിസും വൈ ആക്സിസും എന്ന് മനസ്സിലായി. ആ രണ്ട് എക്സ് ആക്സിസും വൈ ആക്സിസും റിങ്ങിന്റെ പ്ലെയിനിലാണ് കിടക്കുന്നത് മനസ്സിലായി. അത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലൂടെ തന്നെയാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇസഡ് ആക്സിസ് കടന്നു പോകുന്നത് എന്ന് മനസ്സിലായി. ഇത് മൂന്നും ഒത്തു വന്നാൽ ആൻഡ് ദി ഒബ്ജക്ട് ഈസ് എ പ്ലെയിൻ ലൈക്ക് ഒബ്ജക്ട്. അപ്പൊ മൂന്നും കൂടി ഒത്തു വരുന്ന എല്ലാ കണ്ടീഷൻസ് ഒത്തു വന്നാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഇവിടെ എന്ത് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു ഒബ്ജക്ട് ആണിത്. ഓക്കെ, സോ ലെറ്റ് us apply the perpendicular axis theorem. So moment of inertia about the diameter ആണ് കാണേണ്ടത്. അതിന് ഐ ഡി എന്ന് വിളിച്ചു. ഡയമീറ്റർ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എ ബി എന്ന് പറയുന്ന ഡയമീറ്റർ അബൌട്ട് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഡി ആണെങ്കിൽ ദാറ്റ് മീൻസ് വൈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ഐ ഡി ആണ്. സി ഡി എന്നുള്ള ഡയമീറ്റർ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും അപ്പൊ ഐ ഡി തന്നെ ആവണം. അതിനർത്ഥം എക്സ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയും ഐ ഡി തന്നെയാണ്. സോ ഐ ക്യാൻ റൈറ്റ് ഐ ഡി ഈസ് ഈക്വൽ ടു ഐ എക്സ് ഈസ് ഈക്വൽ ടു ഐ വൈ. ഇനി ഫ്രം പെർപെൻഡിക്കുലർ പ്രിൻസിപ്പൽ ആക്സിസ് തിയറം, ഫ്രം പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം എന്നാണ് വേണ്ടത്. Let me correct. So from perpendicular axis theorem, access theorem എന്നാണ്. ഓക്കെ, ഇനി പിന്നെ കറക്റ്റ്. സോ ഫ്രം പെർപെൻഡിക്കുലർ ആക്സസ് തിയറം ഐ സെഡ് ഇസ് ഈക്വൽ ടു ഐ എക്സ് പ്ലസ് ഐ വൈ. അപ്പൊ ഐ എക്സും ഐ വൈയും ഐ ഡി ആണ്. സോ ഐ എക്സിനും ഐ വൈക്കും ഐ ഡി എന്ന് കൊടുത്താൽ ഐ ഡി പ്ലസ് ഐ ഡി എന്ന് വരും, ടു ഐ ഡി. സോ ഐ സെഡ് ഇസ് ഈക്വൽ ടു ടു ഐ ഡി ഓർ ഐ ഡി ആണ് നമുക്ക് കാണേണ്ടത്. ഐ ഡി ഇസ് ഈക്വൽ ഐ സെഡ് ബൈ ടു. സോ എം ആർ സ്ക്വയർ ബൈ ടു. വെരി സിമ്പിൾ. ഇത്രയൊന്നും വിശദീകരിച്ച് പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറഞ്ഞു. അപ്പൊ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി ഡയമീറ്റർ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഉപയോഗിച്ച് ഈസി ആയിട്ട് കണ്ടെത്തും. ഈ ചിത്രത്തിൽ തന്നെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ഇവിടെ അപ്ലൈ ചെയ്യാന്നുള്ളത് നമുക്ക് മനസ്സിലാവും. എക്സ് വൈ സെഡ് ഉണ്ട്, പെർപെൻഡിക്കുലർ ആണ്, ഇന്റർസെക്ഷനിലൂടെ ഇസഡ് കടന്നു പോകുന്നുണ്ട്. അപ്പൊ എല്ലാം കൊണ്ടും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലം ആണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഫിഗർ നിങ്ങൾ വരക്കണം. അപ്പൊ അത് കണ്ടെത്തി നമ്മൾ. എം ആർ സ്ക്വയർ ബൈ ടു ആണ് ഡയമീറ്ററിന്റെ അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് കണ്ടു. ഇങ്ങനെ ചോദിക്കാം, വേറെയും ചോദിക്കാം. ഒരു ഹോംവർക്ക് ആയിട്ട് തരാണ്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ.
ഇത് ഹോംവർക്ക് പ്രോബ്ലം. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ ഡിസ്ക് അബൌട്ട് ഇറ്റ്സ് ഡയമീറ്റർ. ഇപ്പൊ റിങ്ങിന്റെ ആണ് ചെയ്തത്, അതേപോലെ ഡിസ്കിന്. അപ്പൊ ഡിസ്കിന്റെ സെൻട്രലിൽ കടന്നു പോകുന്ന ആക്സിസിന് അങ്ങോട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടെത്തുക. അത് mr²/2 എങ്ങാണ്ടാണ്. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് നോക്കുക. അത് നിങ്ങൾക്ക് ആ ടേബിൾ നോക്കിയിട്ട് കാണാതെ പഠിക്കണം. അത് എഴുതുക. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ഡിസ്ക് about its symmetry axis or about an axis passing through its center and perpendicular to its plane is mr²/2 ആണെങ്കിൽ mr²/3 എന്ന ടേബിൾ നോക്കിയിട്ട് എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതേപോലെ ഡയമീറ്റർ വരച്ചിട്ട് പെർപെൻഡിക്കുലർ ഡയമീറ്റേഴ്സ് ചൂസ് ചെയ്തിട്ട് അത് എക്സും വൈ ആയിട്ട് എടുക്കുക. ഈ സിമെട്രിക് ആക്സിസിന് z എന്ന് കൊടുക്കുക. എന്നിട്ട് ix + iy, ixും iy രണ്ടും ഡയമീറ്റർ ആണ്. അപ്പൊ ix + iy, ix = iy = id എന്ന് എഴുതാം. എന്നിട്ട് ix + iy = iz എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. iz നമുക്കറിയാം, ixും iy ഈക്വൽ ആണ്, id ആണെന്ന് അറിയാം. അപ്പൊ അതേപോലെ 2id = iz എന്ന് കിട്ടും. അപ്പൊ id = iലും iz/2 തന്നെയാണ് വരിക. ബിക്കോസ് അപ്പൊ mr²/4 എങ്ങാണ്ട് വരും. എന്തായാലും അത് ചെയ്ത് നോക്കാം. ഓക്കെ, അടുത്തത് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം ഓക്കെ, പാരലൽ ആക്സിസ് തിയറാണ് അടുത്ത കാണേണ്ടത്. അപ്പോൾ പാരലൽ ആക്സിസ് തിയറം നിങ്ങൾ നോക്കുക, ഏത് ഷേപ്പിലുള്ള ഒബ്ജക്റ്റിനും പ്ലെയിനാർ ബോഡി ആവണമെന്നൊന്നുമില്ല. എല്ലാ ബോഡീസിനും അപ്ലിക്കബിൾ ആയിട്ടുള്ള തിയറമാണ് പാരലൽ ആക്സിസ്. ആ ഒരു ഡിഫറൻസ് എപ്പോഴും നിങ്ങളെ മനസ്സിൽ വേണം. പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം is only for planar objects or plane lamina, and parallel axis theorem is valid for any object. Okay, അപ്പോ ഒരു ആർബിട്രറി റിജിഡ് ഒബ്ജക്റ്റ് സങ്കല്പിക്കുക. പാരലൽ ആക്സിസ് തിയറം പറയാൻ പോകണം. അപ്പൊ എനിക്ക് ഈ ബോഡിയുടെ ഇതൊരു സാമ്പിൾ ഒബ്ജക്ട് ഇതേ ഷേപ്പിലൊന്നും വരച്ചു വെക്കണമെന്നില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു റഫ് ഫിഗർ വരച്ചിട്ട് ഒരു ആക്സിസ് ഇട്ടാൽ മതി. അതിന്റെ ഏകദേശം സെന്ററിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് വേണം. അതാണിത്. അതിന്റെ സെന്റർ ഓഫ് മാസ് മാർക്ക് ചെയ്യണം. അപ്പൊ ഈ CM എന്ന് പറയുന്ന ഈ പോയിന്റ് ഈ ഒബ്ജക്റ്റിന്റെ സെന്റർ ഓഫ് മാസ് ആണ്. ഈ കാണുന്ന ഈ ഡോട്ടഡ് ലൈൻ റെപ്രസെന്റ് ചെയ്യുന്ന ആക്സിസ് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. സോ ദിസ് ഈസ് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ. അടിയിൽ എഴുതിയിട്ടുണ്ട് ആക്സിസ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്. അതിന് അബൌട്ട് ആയിട്ട് ഇതിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ആണ്. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ഈസ് ദി moment of inertia of this rigid body about an axis passing through its center of mass. ഈ റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ട് ആ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് ICM. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടെത്തേണ്ടത് അബൌട്ട് ദിസ് ആക്സിസ്, അനദർ ആക്സിസ് ആണ്. പക്ഷെ ഇത് രണ്ട് ആക്സിസും പാരലൽ ആയിരിക്കണം. അതായത് ആ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടെത്തണം. എന്നാൽ ഈ വലിയ ആക്സിസ് ഇവിടെ മാർക്ക് ചെയ്ത്, ഈ റൊട്ടേഷൻ ആക്സിസ് എന്ന് മാർക്ക് ചെയ്ത്, ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് എനിക്ക് കാണേണ്ടത്. എന്തറിയണം ഇത് കാണണമെങ്കിൽ? ഇതിന് പാരലൽ ആയിട്ടുള്ള, റിമെമ്പർ, ഇതിന് പാരലൽ ആയിട്ടുള്ളതും സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതുമായ മറ്റൊരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM അറിയാമെങ്കിൽ ഈസി ആയിട്ട് ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാൻ പറ്റും. ഇഫ് യു നോ ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് an axis passing through the center of mass, then you can find the moment of inertia of the same rigid body about any other parallel axis. അതാണ് അതിന്റെ പ്രിൻസിപ്പിൾ. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന, ഒരിക്കൽ കൂടി പറയാം, സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ, റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, സെന്റർ ഓഫ് മാസിലൂടെ, റിജിഡ് ബോഡിയുടെ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അതേ റിജിഡ് ബോഡിയുടെ മായി ബന്ധപ്പെട്ട ആ സെൻട്രൽ ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റേതൊരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് സഹായിക്കുന്ന തിയറമാണ് പാരലൽ ആക്സിസ് തിയറം. പാരലൽ ആക്സിസ് തിയറം പറയുന്നത് ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ, then the moment of inertia about this axis, ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള ഈ I എന്ന് മാർക്ക് ചെയ്ത മൊമെന്റ് ഓഫ് ഇനർഷ്യ about this rotation axis is equal to moment of inertia about the axis through the center of mass and parallel to the rotation axis, that is ICM, plus total mass of the rigid body into d square, where d is the distance between these two parallel axes. D is the distance between two parallel axes. One of that axis should pass through the center of mass. That is very important. So that is parallel axis theorem.
മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ. ഒരു റിജിഡ് ബോഡി എടുക്കുന്നു, അതിന്റെ സെന്റർ ഓഫ് മാസ് നമുക്കറിയാം. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ഉണ്ട്. ആ ആക്സിസ് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ICM ആണ്. എങ്കിൽ അതിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസ് ഓഫ് റൊട്ടേഷൻ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് I is equal to ICM പ്ലസ് അതിലേക്ക് ആ മൊമെന്റ് ഓഫ് ഇനർഷ്യയിലേക്ക് എന്തും കൂടി കൂട്ടണം, md² എന്നുള്ള ക്വാണ്ടിറ്റി കൂട്ടണം. m എന്ന് പറയുന്നത് റിജിഡ് ബോഡിയുടെ മൊത്തം മാസ് ആണ്. d എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്ത ആക്സിസും റൊട്ടേഷൻ ആക്സിസും അതിന് പാരലൽ ആയിട്ടുള്ള സെന്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. ചിത്രത്തിൽ അതെല്ലാം ഉണ്ട്. ഈ ചിത്രം വരച്ച് ICM എന്താണ്, M എന്താണ്, D എന്താണ്, I എന്താണെന്ന് എഴുതണം. ഇങ്ങനെ ഒരു ചിത്രം വരച്ചിട്ട് ICM is the moment of inertia about the axis through the center of mass. I is the moment of inertia about the rotation axis which is parallel to the axis through the center of mass, and CM is the center of mass, and D is the distance between these two parallel axes എന്ന് എഴുതിയിട്ട് നിങ്ങൾ പിന്നീട് എഴുതുക I is equal to ICM plus md² എന്ന് എഴുതിയാൽ you will score the full mark. പരീക്ഷയ്ക്ക് എത്ര മതി. ഇനി ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് വേണമെന്നുള്ളവർക്ക് സ്റ്റേറ്റ്മെന്റ് ഇവിടെ ഉണ്ട്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആൻ ആക്സിസ് is equal to the sum of the moment of inertia of the body about a parallel axis through its center of mass. ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഒബ്ജക്റ്റിന്റെ ഈ റൊട്ടേഷൻ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി സം ഓഫ് രണ്ട് ആളുകളുടെ സമ്മാണ്. ഒരാൾ ആരാണ്? മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആൻ ആക്സിസ് ത്രൂ ഇറ്റ് സെന്റർ അബൌട്ട് എ പാരലൽ ആക്സിസ് ത്രൂ ഇറ്റ് സെന്റർ ഓഫ് മാസ്, and രണ്ടാമത്തെ ആളാരാ? the product of mass and square of the distance between the two axes. The product of its mass ആണ് rigid body mass. The product of its mass ആ rigid body mass and the square of the distance between the two axes. ആ രണ്ട് ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ, that is I equal to ICM plus ID square. I moment of inertia about the rotation axis, ICM moment of inertia about the parallel axis through CM, and D is the distance between two axes. ഈ ഇത്രയും ഈ സാധനവും ഈ ഇക്വേഷനും ഈ ചിത്രവും, ഈ ചിത്രം തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു റഫ് ഷേപ്പ് വരച്ചിടുക, അതിലൂടെ രണ്ട് ആക്സിസ് വരയ്ക്കുക. ഒന്ന് സെന്റർ ഓഫ് മാസ് എന്ന് മാർക്ക്, ഒന്ന് കട്ട് ചെയ്യുന്ന പോയിന്റ് സെന്റർ ഓഫ് മാസ് എന്ന് മാർക്ക് ചെയ്യണം, അതൊരു ബന്ധാണ്. ഇതിനകത്ത് തമ്മിലുള്ള അകലം D ഒക്കെ മാർക്ക് ചെയ്താൽ എന്നിട്ട് ഇക്വേഷൻ എഴുതിയാൽ യു വിൽ ഗെറ്റ് ഫുൾ മാർക്ക്. ഓക്കെ, കാര്യം മനസ്സിലായല്ലോ? ഇവിടെ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറത്തിൽ ആ രണ്ട് ആക്സിസ് ആ ബോഡിയുടെ പ്ലെയിനിൽ കിടക്കുന്ന രണ്ട് ആക്സിസ്, മൂന്നാമത്തേന് പെർപെൻഡിക്കുലർ. പാരലൽ ആക്സിസ് തിയറത്തിൽ ആകെ രണ്ട് ആക്സിസേ ഉള്ളൂ, രണ്ടും പാരലൽ ആണ്. ആ രണ്ട് ആക്സിസിന്റെ പേരിൽ തന്നെ ഉണ്ട്, പാരലൽ ആക്സിസ് തിയറം. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ, അവിടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ആക്സിസ് കാണണമെങ്കിൽ യു നീഡ് എ പാരലൽ ആക്സിസ്. അത് തന്നെ കിട്ടി. ആ പാരലൽ ആക്സിസിന്റെ ഒരൊറ്റ സവിശേഷത അതിനുള്ളൂ, അത് നമ്മളെ ഒന്നാമത്തെ ആക്സിസിന് പാരലൽ ആകണം എന്നുള്ളത് കഴിഞ്ഞാൽ പിന്നെയുള്ള ഏക സവിശേഷത that should pass through the center of mass. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകണം. അപ്പൊ സെന്റർ ഓഫ് മാസ് എന്ന് പറയുന്നതിന് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് റോൾ ഉണ്ട് പാരലൽ ആക്സിസ് തിയറത്തിൽ, ഓർക്കുക. സോ ദാറ്റ് ഈസ് ആൾ അബൌട്ട് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടാവും. കുറെ സമയം അതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇതേ പാരലൽ ആക്സിസ് തിയറത്തിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ് അടുത്ത പ്രോബ്ലം. Find the moment of inertia of a thin rod about an axis passing through its edge and perpendicular to it. അപ്പൊ നോക്കാം, നിങ്ങൾ ആക്സിസ് ഓഫ് സിമെട്രി അല്ല, ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എഡ്ജ് ആണ് പറഞ്ഞത്. ഇതാണ് ആ റോഡ്. ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണേണ്ടത്. ഈ ആക്സിസ് ആണ് സെൻട്രൽ ആക്സിസ്. ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നമുക്ക് അറിയാം, നമ്മുടെ ടേബിൾ നോക്കിയാൽ അറിയും. ദാറ്റ് ഇസ് ml²/12 എങ്ങാണ്ടാണ്. മനസ്സിലായില്ല. ഏത് ഈ പ്രോബ്ലം ആണോ? മുമ്പുള്ള മൊമെന്റ് ഓഫ് പാരലൽ ആക്സിസ് തിയറം. ഓക്കെ, പാരലൽ ആക്സിസ് തിയറം എന്ന് പറയുന്നത് ഏതൊരു റിജിഡ് ബോഡിക്കും അപ്ലിക്കബിൾ ആണ്. ആ റിജിഡ് ബോഡിയിലുള്ള ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിനുള്ള ഒരു എളുപ്പ വഴിയാണ് പാരലൽ ആക്സിസ് തിയറം. നിങ്ങൾക്ക് ഈ ആക്സിസ്, ഇത് റിജിഡ് ബോഡിയിലുള്ള ഒരു ആക്സിസ് ആണ്, ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഒരു എളുപ്പ വഴിയുണ്ട്. പക്ഷെ നിങ്ങൾക്ക് എന്തറിയണമെന്നോ, ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള മറ്റൊരു ആക്സിസ് ഉണ്ട്, സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതും ഈ ആക്സിസിന് പാരലലുമായിട്ടുള്ള ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ റിംഗിന്റെ സെന്റർ ഓഫ് മാസ് സെൻട്രലാണ് വരിക. അപ്പൊ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ് ഈ Z ആക്സിസ്. ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ നിങ്ങൾക്ക് അറിയാമെങ്കിൽ
ഇതിന് പാരലൽ ആയിട്ടുള്ള ഈ റിങ്ങിന്റെ എഡ്ജിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ ഈ റിങ്ങിന്റെ വക്കിലൂടെ തുളച്ചു പോകുന്ന ഒരു ആക്സിസ് ഉണ്ട് എന്ന് സങ്കല്പിക്കുക. ഇതിലൂടെ കടന്നു പോകുന്ന ഒരു ആക്സിസ് ബി എന്ന് പറയുന്ന പോയിന്റിലൂടെ കടന്നു പോകുന്ന ഇസഡ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ഉണ്ട് എന്ന് വിചാരിക്കും. ആ ആക്സിസിനെ പോലെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ പാരലൽ ആക്സിസ് തിയറം അനുസരിച്ച് കാണാം. ആ മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിനെ പോലെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണെന്ന് നോക്കുക. അത് ICM ആണെന്ന് വിചാരിക്കുക. സോ ദെൻ ICM പ്ലസ് റിജിഡ് ബോഡിയുടെ മാസ് എടുക്കുക, ടോട്ടൽ മാസ് ഓഫ് ദി റിജിഡ് ബോഡി ഇൻറ്റു ഈ രണ്ട് പാരലൽ ആക്സിസുകളും തമ്മിലുള്ള അകലം. ഇവിടെ അത് D എന്നാണ് കാണിച്ചത്. ഈ രണ്ട് പാരലൽ ആക്സിസുകളും തമ്മിലുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, അതായത് അകലം, അത് D എന്ന് കൊടുക്കുക. അപ്പൊ ICM എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിലൂടെയുള്ള ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. അത് പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദി റിജിഡ് ബോഡി ഇൻറ്റു സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു ആക്സിസ്. ഈ രണ്ട് ആക്സിസ് തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ സ്ക്വയർ ആണ്. അപ്പൊ ICM പ്ലസ് MD² എന്നുള്ള ഇക്വേഷൻ ഓർത്തിരിക്കാം. അവിടെ ICM എന്ന് പറയുന്നത് സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ, ആക്സിസിന് അബൌട്ട് ആയിട്ട് ആ റിജിഡ് ബോഡിയുടെ മൊമെന്റ് ഓഫ് ഇനർഷ്യ. I എന്ന് പറയുന്നത് നമ്മൾക്ക് കാണേണ്ട ഒരു റൊട്ടേഷൻ ആക്സിസ് ഉണ്ട്, നമ്മൾ റൊട്ടേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. ആ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് I എന്ന് പറയുന്നത്. ഈ സെന്റർ ഓഫ് മാസിലൂടെയുള്ള മൊമെന്റ് ആക്സിസും നമുക്ക് കാണേണ്ട റൊട്ടേഷൻ ആക്സിസും പാരലൽ ആയാൽ മാത്രമേ ഈ തിയറം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പൊ പാരലൽ ആയിരിക്കണം. അങ്ങനെ പാരലൽ ആണെങ്കിൽ പിന്നെ ICMലേക്ക് നിങ്ങൾ കൂട്ടേണ്ടത് MD² ആണ്. M എന്ന് പറഞ്ഞാൽ ടോട്ടൽ മാസ് ഓഫ് ദി റിജിഡ് ബോഡി, D എന്ന് പറഞ്ഞാൽ അവ തമ്മിലുള്ള അകലം. അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും റിജിഡ് ബോഡി, എനി ഷേപ്പ് റിജിഡ് ബോഡി, ഞാൻ വെറുതെ ഷേപ്പ് വരച്ചാണ്, പാരലൽ പ്ലെയിൻ ബോഡി ആവണമെന്നൊന്നുമില്ല പാരലൽ ആക്സിസ് തിയറത്തിന്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പിന്നെ ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആ ആക്സിസിന്റെ പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കാണാം. അതറിയാമെങ്കിൽ അതിലേക്ക് MD² കൂട്ടി കൊടുത്താൽ മതി. D എന്ന് പറഞ്ഞാൽ ആ രണ്ട് പാരലൽ ആക്സിസ് തമ്മിലുള്ള അകലമാണ്, M ടോട്ടൽ മാസ് ആണ്. ഇതാണ് പാരലൽ ആക്സിസ് തിയറം. ഇത്രയും വരച്ച് ഇത് എഴുതിയാൽ, ഈ ഇക്വേഷൻ എഴുതി ഈ കാര്യമുള്ള കാര്യങ്ങളായി. ഈസ് ദി മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് റൊട്ടേഷൻ ആക്സിസ്. ICM എന്ന് പറയുന്നത് മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് പാരലൽ ആക്സിസ്. MI എന്നാൽ മൊമെന്റ് ഓഫ് ഇനർഷ്യ കേട്ടോ. CM എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് മാസ്, ആക്സിസ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്. ആൻഡ് D is the distance between the two axes എന്ന് എഴുതിയാൽ നിങ്ങൾക്ക് അതിന്റെ ആൻസർ ആയി മനസ്സിലാക്കാനും പറ്റും. ഇനി ഇത് പക്ക വേർഡ്സിൽ വേണമെങ്കിൽ, കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വേണമെങ്കിൽ, അതാണ് ഈ കാണുന്നത്. മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ ബോഡി അബൌട്ട് ആക്സിസ്, ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ആക്സിസ് എടുക്കുക. അത് കാണണമെങ്കിൽ ഈസ് ഈക്വൽ ടു ദി സം ഓഫ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി ബോഡി അബൌട്ട് എ പാരലൽ ആക്സിസ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്. നേരത്തെ എടുത്ത ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ആക്സിസ് സങ്കല്പിക്കുക. ആ ആക്സിസ് ഏതിലൂടെ കടന്നു പോകുമ്പോൾ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുമ്പോൾ. അപ്പോൾ ആ ആക്സിസിനെ പോലെയുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ അത് എടുക്കുക, ദാറ്റ് ഈസ് ICM. എന്നിട്ട് അതിലേക്ക് ആഡ് ചെയ്യേണ്ടത് എന്താണ്, മാസ് ഓഫ് ദി സെന്റർ ത്രൂ ദി സെന്റർ ഓഫ് മാസ്. ആൻഡ് ആഡ് ചെയ്യേണ്ടത് എന്താണ്, പ്രോഡക്റ്റ് ഓഫ് ഇറ്റ്സ് മാസ് ആൻഡ് സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ്, MD². അത് ആഡ് ചെയ്യുക ബിറ്റ്വീൻ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു ആക്സിസ്. അതാണ് ഇക്വേഷൻ I is equal to ICM plus MD². സോ ഇതാണ് പാരലൽ ആക്സിസ് തിയറം. ഈ രണ്ട് തിയറവും ഒബ്ജക്ട്സിന്റെ സിമെട്രിക് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ അറിയാമെങ്കിൽ മറ്റ് ആക്സിസുകൾക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടെത്താൻ ഉപകരിക്കുന്ന തിയറമാണ്. ഈ കേസിൽ നമ്മൾ അത് ചെയ്തു. സെൻട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വെച്ചിട്ട് നമ്മൾ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടു. ഇതേപോലത്തെ ഒരു എക്സാമ്പിൾ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതണം. ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ തിൻ റോഡ് അബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് എഡ്ജ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പൊ ഇതാണ് നമ്മൾ തിൻ റോഡ്. ഇതിന്റെ സെൻട്രൽ ആക്സിസ് ഈ സെൻട്രലിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആക്സിസ് ആണ്. അതല്ല നമ്മളോട് അതിനെ അബൌട്ട് ആയിട്ടുള്ള അല്ല നമ്മൾ കാണാൻ പറഞ്ഞത്. നമ്മളോട് കാണാൻ പറഞ്ഞത് ഇതിനെ അബൌട്ട് ആയിട്ടുള്ളതാണ്, ഈ എഡ്ജിലൂടെ കടന്നു പോകുന്ന ഈ ആക്സിസിനെ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണാൻ പറഞ്ഞത്. ഓക്കെ, ഇത് വരയ്ക്കുക. അപ്പൊ ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് ഞാൻ I എന്നുള്ള ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. ആക്സിസിന് പേര് കൊടുത്തിട്ടില്ല, വേണമെങ്കിൽ Z ആക്സിസ് എന്നോ എന്തെങ്കിലും ഒരു പേരൊക്കെ കൊടുക്കാം. I എന്ന മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് നമുക്ക് ശരിക്കും ഇക്വേഷനിൽ വരുന്നത്. അപ്പൊ ഈ ആക്സിസിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യയാണ് I. ഇതാണ് നമ്മുടെ റോഡ്. നമ്മുടെ റോഡിന്റെ ടോട്ടൽ ലെങ്ത് L ആണ്. അപ്പൊ ഒരു ഹാഫിന്റെ ലെങ്ത് L/2, അടുത്ത ഹാഫിന്റെ ലെങ്ത് L/2. അപ്പൊ ഈ സെന്ററിലൂടെ കടന്നു പോകുന്ന, സെന്ററിലാണ് ഈ റോഡിന്റെ യൂണിഫോം റോഡ് ആയതുകൊണ്ട് തിൻ റോഡാണ്. യൂണിഫോം എന്താണ് നമ്മൾ അസ്യൂം ചെയ്യേണ്ടത്, മറ്റേ യൂണിഫോം അല്ലാതെ പറഞ്ഞിട്ടില്ല. അപ്പൊ യൂണിഫോം റോഡ് ആണെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ യൂണിഫോം റോഡാണ്. അപ്പൊ സെന്ററിലാണ് ഇതിന്റെ സെന്റർ ഓഫ് മാസ് വരിക, റോഡിന്റെ ജിയോമെട്രിക് സെന്ററിലാണ്. അപ്പോ ആ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ആക്സിസ് ആണ് ഞാൻ ഈ വരച്ചിട്ടുള്ളത്. എനിക്ക് ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ് കാണേണ്ടത്. അപ്പൊ ഞാൻ അതിന് പാരലലും സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്നതുമായിട്ടുള്ള ഒരു ആക്സിസ് സങ്കല്പിച്ചു. ആ ആക്സിസ് ആണ് ഇത് സെന്റർ ഓഫ് മാസ്. അപ്പൊ എനിക്ക് ഇത് L/2 ആയിരിക്കും, ഇത് L/2 ആയിരിക്കും. ബിക്കോസ് ഈ റോഡിനെ സംബന്ധിച്ച്
അതിന്റെ സെന്റർ ഓഫ് മാസ് എപ്പോഴും അതിന്റെ ജോമെട്രിക് സെന്ററിലാണ് വരിക. അപ്പൊ സെന്റർ ഓഫ് മാസ് സെന്ററിലാണ്. ഈ ആക്സിസിനെ പോയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യാണ് ICM, ആക്സിസ് ത്രൂ സെന്റർ ഓഫ് മാസ് കൂടെ എഴുതിയിട്ടുണ്ട്. ചിത്രം വരയ്ക്കുക. ഇനിയിപ്പോ ഈ ചിത്രം കണ്ടാൽ തന്നെ അറിയാം. ടോട്ടൽ ഇതിനെ പോയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ പ്ലസ് ടോട്ടൽ മാസ് ഓഫ് ദി റോഡ് ഇൻറ്റു L/2 ഹോൾ സ്ക്വയർ ആയിരിക്കും. പാരലൽ ആക്സിസ് തിയറം അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് കിട്ടും ഏത് ഈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. ഇത് അറിയണമെന്നേ ഉള്ളൂ. So moment of inertia about the axis through the center of mass, ICM is equal to ml square by 12. ഇത് നേരത്തെ കാണിച്ച ടേബിൾ ഉണ്ടല്ലോ, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടെന്ന് പറയാം. ടേബിളിൽ നിന്ന് ബൈ ഹാർട്ട് ചെയ്യേണ്ടതാണ്. റോഡിന്റെ മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പഠിച്ചാൽ മതി. അപ്പൊ അണ്ടർസ്റ്റുഡ് ആണ് ആക്സിസ് ഏതാന്ന് ചോദിച്ചാൽ അതിന്റെ സിമെട്രിക് ആക്സിസ് എന്ന് പറഞ്ഞാൽ അതിന്റെ സെന്ററിലൂടെ പാസ് ചെയ്ത് പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ആക്സിസ്. അപ്പോൾ ml square by 12 ആണെന്ന് ആ ടേബിൾ നോക്കിയാൽ കിട്ടും. അപ്പൊ അത് കിട്ടി, ICM കിട്ടി. ഇനി വളരെ ഈസിയാണ്. പെർപെൻഡിക്കുലർ ആക്സിസ് പാരലൽ ആക്സിസ് തിയറം ഉപയോഗിച്ച് I എന്ന് പറയുന്ന ICM പ്ലസ് MD സ്ക്വയർ. ഇവിടെ ഡിന്റെ വാല്യൂ എത്രയാണ്? L/2. ഡി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സിസ്. ആ രണ്ട് ആക്സസും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പൊ അത് L/2 ആണ്. ഈ ഫിഗർ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് L/2. ഡിക്ക് വാല്യൂ L/2 എന്ന് കിട്ടി. സോ I ഈക്വൽ ടു ICM പ്ലസ് M ഇൻറ്റു ഡി സ്ക്വയർ L/2 ദി ഹോൾ സ്ക്വയർ. ICM എന്താണ്? ml square by 12 ആണ്. സോ ml square by 12 പ്ലസ് ml square by 4 എന്ന് വരും. ml square by 4 ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ you will get ml square by 3. 1/12 plus 1/4 എന്ന് പറഞ്ഞാൽ 1/3. So ml square by 12 plus ml square by 4 എന്ന് പറഞ്ഞാൽ ml square by 3. അപ്പൊ ദാറ്റ് ഈസ് ദി ആൻസർ. അപ്പൊ ഈ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml square by 3 ആണ്. ഈ സെൻട്രൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്ന് പറയുന്നത് ml square by 12 ആണ്. അപ്പൊ നോക്കാം, ml square by 12 വളരെ കുറവാണ് ml square by 3-നേക്കാൾ. നാലിലൊന്ന്. അപ്പൊ സെൻട്രൽ ആക്സിസിന്റെ അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ വളരെ കുറവാണ്. അപ്പൊ നമുക്ക് ഈ റോഡിനെ റൊട്ടേറ്റ് ചെയ്യിക്കാൻ ഏറ്റവും ഈസി ആയിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പറ്റിയ സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ഈ സിമെട്രിക് ആക്സിസിന് അബൌട്ട് ആയിട്ടാണ്. അതിന് അബൌട്ട് ആയിട്ടാണ് മൊമെന്റ് ഓഫ് ഇനർഷ്യ വളരെ കുറവ്. എഡ്ജിലേക്ക് ആക്സിസ് കൊണ്ടുപോയപ്പോൾ mmoment of inertia വളരെ കൂടി ml square by 3 എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ ഒരു ആക്സിസ് ഇട്ടിട്ട് ഈ റോഡിന്റെ എഡ്ജിൽ ഒരു ചെറിയ ഹോൾ ഉണ്ടാക്കി അതിലൂടെ നമ്മൾ ഒരു ആക്സിസ് എഫക്ട് ഫിറ്റ് ചെയ്ത് വെച്ചാൽ അതിനെ ബോട്ടായിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി പ്രയാസമാണ്. മോർ ഈസിയർ ഈസ് ടു റൊട്ടേറ്റ് അബൌട്ട് ദി സെന്റർ ആക്സിസ് എന്നാ ഇത് മനസ്സിലാക്കാം. അതാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ ഈ പ്രോബ്ലം ചോദിച്ചിട്ടുണ്ട്, പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. ഇതേപോലെ ഡിസ്കിന്റെ ഒക്കെ ചോദിക്കാം. ഡിസ്കിന്റെ ഒക്കെ സെൻട്രൽ ആക്സിസ് സ്ഫിയറിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. എല്ലാം കൂടി ഞാൻ ചെയ്യില്ല, ഒക്കെ ഒരേ മെത്തേഡ്, ഒരേ സ്റ്റീരിയോ ടൈപ്പ് പ്രോബ്ലംസ് ആണ്. So you do more and more problems by referring question paper, your textbook, your exercise, etc. പരീക്ഷയ്ക്ക് ചോദിക്കും. ഏതാന്ന് പറയാൻ പറ്റില്ല, റോഡോ സ്ഫിയറോ സിലിണ്ടറോ ഒക്കെ ആവാം. ഏതിന്റെയെങ്കിലും ഒരു പാരലൽ ആക്സിസ് സീറോ പെർപെൻഡിക്കുലർ ആക്സിസ് സീറോ അപ്ലൈ ചെയ്തിട്ട് കാണേണ്ട ഒരു കേസ് ചോദിക്കും. ഷുവർ. ഓക്കെ, ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് എ സ്ഫിയർ അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസ്. ഒരൊറ്റ പ്രോബ്ലം കൂടി ചെയ്യാം. അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസ്. ഇതാണ് നമ്മുടെ സ്ഫിയർ. ഇതിന്റെ സെൻട്രൽ ആക്സിസ് ആണ്. സിമെട്രി ആക്സിസ് ത്രൂ സെന്റർ ഓഫ് മാസ്, സെന്ററിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. ഇതാണ് ടാൻജൻഷ്യൽ ആക്സിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന് പാരലൽ ആയിട്ടുള്ള ടാൻജൻഷ്യൽ ആക്സിസ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ ആക്സിസ് വരച്ചുകൂടെയും ചോദിക്കാം. വരക്കാം, ഒരു കുഴപ്പമില്ല. അപ്പൊ നിങ്ങൾ സെൻട്രൽ ആക്സിസ് അതിനനുസരിച്ച് ഇങ്ങനെ വരച്ചാൽ മതി. എങ്ങനെയാണോ നിങ്ങളുടെ ടാൻജൻഷ്യൽ ആക്സിസ് വരക്കുന്നത് അതിന് പാരലൽ ആയിട്ടുള്ള ഒരു സെൻട്രൽ ആക്സിസ് വരക്കുക. ഏത് സെൻട്രൽ ആക്സിസ് വരച്ചാലും സ്ഫിയറിന്റെ സെന്റർ കൂടെ പാസ് ചെയ്ത് പോകും. അപ്പൊ അത് ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ് ആണ്. സ്ഫിയറിന്റെ സെന്റർ ഓഫ് മാസ് മനസ്സിലാക്കുക, അതിന്റെ സെന്ററിലാണ്. ഇങ്ങനത്തെ സിമെട്രിക്കൽ ഒബ്ജക്ട്സിന്റെ ഒക്കെ സെന്റർ ഓഫ് മാസ് വരെ ജിയോമെട്രിക്കൽ സെന്ററിലാണ്. അപ്പൊ സ്ഫിയറിന്റെ സെന്റർ ഓഫ് മാസ് വരെ അതിന്റെ ജിയോമെട്രിക് സെന്റർ ആയിട്ടുള്ള അതിന്റെ സെന്ററിലാണ്. അപ്പൊ ദിസ് ഈസ് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ്. ദിസ് ഈസ് ദി ടാൻജൻഷ്യൽ ആക്സിസ്. കണ്ടോ, രണ്ടും പാരലൽ ആക്സിസ് ആയിട്ട് കിട്ടി. അപ്പൊ ഇനി ഇതിനെ പോയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനർഷ്യ കണ്ടാൽ ഈ ഡിസ്റ്റൻസ് ചിത്രം നോക്കിയാൽ തന്നെ അറിയത് റേഡിയസ് ആയിരിക്കുമല്ലോ. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് റേഡിയസിന് ഈക്വൽ ആയിരിക്കും. ഇതിന്റെ സെന്റർ അങ്ങോട്ടുള്ള അകലം അത് 6 ആണ്. ക്ലിയർ? അപ്പൊ അത്രയും വരയ്ക്കുക. സോ മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി സിമെട്രി ആക്സിസ് അല്ലെങ്കിൽ സെൻട്രൽ ആക്സിസ് ത്രൂ ദി സിമെട്രി ആക്സിസ് എന്ന് പറഞ്ഞാൽ ദിസ് ആക്സിസ് വിച്ച് ഈസ് ദി ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് ദി സ്ഫിയർ വിച്ച് ഈസ് ദി സെന്റർ ഓഫ് മാസ്. സെന്റർ ഓഫ് മാസിലൂടെ കടന്നു പോകുന്ന ആക്സിസ് ആണ്. അത് ആ ടേബിളിൽ നമ്മൾ തന്നിട്ടുണ്ട്. 2/5 mr² അല്ലെങ്കിൽ 2mr²/5 അല്ലെങ്കിൽ 2/5 mr² എന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി ഈസി ആയല്ലോ. എന്ത് ചെയ്താൽ മതി, 2/5 mr²ലേക്ക് ഒരു mr² കൂടി കൂട്ടി കൊടുക്കണം, അത്രേ ഉള്ളൂ. സോ ഫ്രം പാരലൽ ആക്സിസ് തിയറം മൊമെന്റ് ഓഫ് ഇനർഷ്യ അബൌട്ട് ദി ടാൻജൻഷ്യൽ ആക്സിസ് ICM is equal to ICM plus MD². ഇവിടുത്തെ കേസിൽ D എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പാരലൽ ആക്സസ്. ഈ കേസിൽ D എന്ന് പറഞ്ഞാൽ 6 ആണ്. ഈസി ആയിട്ട് മനസ്സിലാക്കാം. 6 ആണ്, ക്യാപിറ്റൽ 6 ആണ്. സോ D equal to 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ICM 2/5 mr² കൊടുക്കുക.
ICM is equal to 2 by 5 mr square, d കാറും കൊടുക്കുക 2 by 5 mr square plus mr square. അപ്പൊ നമുക്കത് 7 by 5 mr square വരും. ഇങ്ങനെ വ്യത്യസ്ത ആക്സിസുകൾക്ക് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് സാധാരണ ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പൊ അതിന്റെ പ്രോബ്ലം നോക്കിയിട്ട് പാരലൽ ആക്സിസ് തിയറം ആണോ പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം ആണോ അപ്ലൈ ചെയ്യേണ്ടി വരിക. ചിലപ്പോൾ രണ്ടും അപ്ലൈ ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു ഇതാണ് അടുത്ത ഹോംവർക്ക് ആയിട്ട് നിങ്ങൾക്ക് തരുന്നത്. ഇതിപ്പോ രണ്ട് പ്രോബ്ലം ചെയ്ത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കണേ. ഈസിയാണ്, മനസ്സിലാവാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. അത്രയും ഈസി ആയിട്ടുള്ള പ്രോബ്ലം ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യയിലേക്ക്. ഈ തിയറംസ് മനസ്സിലാവണം, അത്രേ ഉള്ളൂ. പാരലൽ ആക്സിസ് തിയറും പെർപെൻഡിക്കുലർ ആക്സിസ് തിയറും, ഇത് രണ്ടും പാരലൽ ആക്സിസ് തിയറത്തിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. ഓക്കെ, ടാൻജൻഷ്യൽ ആക്സിസ് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിച്ചത് കേട്ടോ. സ്ഫിയറിനെ സംബന്ധിച്ച് ഏത് ടാൻജൻഷ്യൽ ആക്സിസ് വരച്ചാലും ഒരേപോലെയാണ്. സ്ഫിയർ അത്രയും സിമെട്രി ഉള്ള ഫിഗർ അല്ല. അപ്പൊ ഹോംവർക്ക് ഇതാ. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ സർക്കുലർ ഡിസ്ക് about axis through its center and perpendicular to plane of the disk എന്ന് പറഞ്ഞാൽ അതിന്റെ സെൻട്രൽ ആക്സിസ് ഈസ് mr²/2. അത് തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കേസിൽ. ചിലപ്പോൾ ഇത് തരില്ല, തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഞാനത് ബൈഹാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത് ആ ടേബിൾ നോക്കിയിട്ട്. ഫൈൻഡ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് ദി ഡിസ്ക് അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസ് പാരലൽ ടു ഇറ്റ്സ് ഡയമീറ്റർ. ശ്രദ്ധിക്കുക, ഡിസ്കിന്റെ സെൻട്രൽ ആക്സിസ് ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ തന്നിട്ടുണ്ട്. ഡിസ്കിന്റെ ടാൻജൻഷ്യൽ ആക്സിസിന് അബൌട്ട് ടാൻജൻഷ്യൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇങ്ങനെ ഒരു ടാൻജൻഷ്യൽ ആക്സിസ് ഇവിടെ വരക്കാതല്ല പറഞ്ഞത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ ഡിസ്ക് അബൌട്ട് എ ടാൻജൻഷ്യൽ ആക്സിസ് പാരലൽ ടു ഇറ്റ്സ് ഡയമീറ്റർ. അപ്പൊ ഡയമീറ്ററിന് പാരലൽ ആയിട്ടുള്ള ടാൻജൻഷ്യൽ ആക്സിസ്. സോ ദിസ് ഈസ് ദി ടാൻജൻഷ്യൽ ആക്സിസ്. ഇങ്ങനെ ഇസഡ് ആക്സിസിന് പാരലൽ ആയിട്ട് ഇവിടെ ഒരു ടാൻജന്റ് പോലത്തെ ആക്സിസ് വരക്കാൻ പറ്റും. അതല്ല ഇവിടെ ചോദിച്ചത്. അതാണ് ചോദിച്ചതെങ്കിൽ നേരെ പാരലൽ ആക്സിസ് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇപ്പൊ നേരിട്ട് പാരലൽ ആക്സിസ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതാണ് ഇതിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആണ് നിങ്ങൾക്ക് കാണേണ്ടത്. നിങ്ങൾ ചെയ്യേണ്ടതാണ്, ഞാൻ അതിന്റെ ഐഡിയ പറഞ്ഞുതരാണ്, മെത്തേഡ് പറഞ്ഞുതരാണ്. ഇതിന് അബൌട്ട് ആയിട്ടുള്ളതാണ് കാണേണ്ടത്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ടുള്ള ഈ ഡിസ്കിന്റെ സെന്റർ ഓഫ് മാസ് എന്ന് പറഞ്ഞാൽ ഡിസ്കിന്റെ സെന്ററിലാണ്. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുന്നത് ആക്സിസ് പാസിംഗ് ത്രൂ ദി സെന്റർ ഓഫ് മാസ് ആണ്. അപ്പൊ ഇതിന് പാരലൽ ആയിട്ടുള്ള ഒരു ഡയമീറ്റർ ആദ്യം വരയ്ക്കുക. അപ്പൊ ഈ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ഈ ടാൻജൻഷ്യൽ ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ പറ്റും. പക്ഷെ ഈ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ നിങ്ങൾക്ക് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തറിയാം? ആ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അറിയാം. അപ്പൊ ഈ ഡയമീറ്റർ നിങ്ങൾക്ക് എക്സ് എന്ന് എടുക്കാം, അല്ലെങ്കിൽ വൈ എന്ന് എടുക്കാം. ഇനി ഒരു അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയമീറ്റർ ഡോട്ടർ ലൈൻസിൽ വരച്ചിട്ട് അതിന് എക്സും കൊടുക്കാം. അപ്പൊ ഇത് എക്സും ഇത് വൈയും ആണെങ്കിൽ ഇത് ഇസഡ് ആക്സിസ് ആണ്. അപ്പൊ രണ്ട് ഡയമീറ്റർ ഒരേപോലെയാണ്. രണ്ടിന്റെയും ഡയമെട്രിക്കൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ID എന്ന് കൊടുക്കാം. വൈ എക്സ് ഇസ് ഈക്വൽ ടു IY ഈക്വൽ ടു ID. അപ്പൊ ഈ രണ്ട് ആക്സിസിന് അബൌട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ കാണാൻ നിങ്ങൾക്ക് ഈ മൂന്ന് ആക്സിസ് കൺസിഡർ ചെയ്യുക. ഈ ഡയമീറ്റർ ഇസഡ് ആക്സിസ്. എന്നിട്ട് പെർപെൻഡിക്കുലർ ആക്സിസ് തിയറം അപ്ലൈ ചെയ്യാം. നമ്മൾ റിങ്ങിന്റെ കണ്ടല്ലോ ഡയമീറ്ററിന് അബൌട്ട് ആയിട്ട്. അതേപോലെ ഈ ഡിസ്കിന്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ഡയമീറ്റർ ആദ്യം കാണും. ഡയമീറ്റർ കണ്ടാൽ ആ ഡയമീറ്ററിന് പാരലൽ ആണ് നമ്മുടെ ആക്സിസ്. അപ്പൊ പിന്നെ I ഈക്വൽ ടു ICM പ്ലസ് MD² എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കുക. അവിടെ ICM എന്ന് പറഞ്ഞാൽ ഇസഡ് ആക്സിസിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ഇനേർഷ്യ അല്ല ഉദ്ദേശിക്കുന്നത്. മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ഡയമീറ്റർ ആണ് ICMന്റെ സ്ഥാനത്ത് എടുക്കേണ്ടത്. എന്നിട്ട് എന്ത് ചെയ്യണോ? പിന്നെ അതിലേക്ക് mr² കൂട്ടി കൊടുക്കണം. MD² എന്ന് പറഞ്ഞാൽ ഇവിടെ DR ആയിരിക്കും. സോ mr² കൂട്ടിയിട്ട് ആഡ് ചെയ്താൽ യു വിൽ ഗെറ്റ് ദി മൊമെന്റ് ഓഫ് ഇനേർഷ്യ അബൌട്ട് ദി ടാൻജൻഷ്യൽ ആക്സിസ്. ചെയ്യേണ്ട മെത്തേഡ് മനസ്സിലായിട്ടുണ്ടാവും. ഹോംവർക്ക് ആണ്, എല്ലാവരും ചെയ്ത് നോക്കുക. പരീക്ഷയ്ക്ക് മുമ്പ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ മൊമെന്റ് ഓഫ് ഇനേർഷ്യ അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് തറവായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഇനി ഒരു പ്രധാനപ്പെട്ട ഡെറിവേഷൻ ആണ്. ഇതും കൂടി ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഡെറിവേഷൻ ആണ് അടുത്ത് പറയാൻ പോകുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. ഈ റിലേഷൻ ഒരു റിജിഡ് ബോഡിയുടെ സ്പെഷ്യൽ കേസ് ആയിട്ടല്ല പറയുന്നത്. ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനാണ് നമ്മൾ പറയുക. മൊത്തം ആദ്യം നമ്മൾ ഇതൊരു സിംഗിൾ പാർട്ടിക്കിളിന് വേണ്ടി ഡിറൈവ് ചെയ്യും. എന്നിട്ട് അത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിളിന് വാലിഡ് ആണ് എന്ന് പറയും. അങ്ങനെയാണ് ഈ റിലേഷൻഷിപ്പ് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം നല്ലൊരു ഡെറിവേഷൻ ആണ്. ചോദിക്കാൻ വളരെയധികം സാധ്യത ഉള്ളതാണ്. മുൻപ് 1-2 ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. സോ ഡിറൈവ് ദി റിലേഷൻ ബിറ്റ്വീൻ ടോർക്ക് ആൻഡ് ആംഗുലാർ മൊമെന്റം. അപ്പൊ നിങ്ങൾ സാധാരണഗതിയിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് ചോദിച്ചാലും സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനായിട്ട് തന്നെ ഡിറൈവ് ചെയ്യാം. നമ്മൾ സിംഗിൾ പാർട്ടിക്കിളിന്റെ ഡെറിവേഷൻ വളരെ ഈസിയാണ്, അത് മാത്രം ചെയ്യും. എന്നിട്ട് ഇത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് വാലിഡ് ആണ് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അത് മതി. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും.
നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന് സ്പെസിഫിക് ആയിട്ട് ഇത് ഡിറൈവ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് സമയപരിമിതി കൊണ്ട് ഞാനിത് ഇങ്ങനെ ചെയ്യാണ്. ഇനി ആർക്കെങ്കിലും മറ്റത് വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മനസ്സിലാവാത്ത ഏത് സ്റ്റെപ്പ് ആണെങ്കിലും പറഞ്ഞു തരാൻ പറ്റും. ഓക്കെ, സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കൺസിഡർ എ പാർട്ടിക്കിൾ മൂവിംഗ് അണ്ടർ എ നെറ്റ് ഫോഴ്സ് എഫ്. ഒരു പാർട്ടിക്കിൾ ഉണ്ട് വിച്ച് മൂവ്സ് അണ്ടർ ദി ആക്ഷൻ ഓഫ് എ ഫോഴ്സ് എഫ്. അതിന്റെ ലീനിയർ മൊമെന്റം പി ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ആംഗുലാർ മൊമെന്റം എൽ ആർ ക്രോസ് പി ആയിരിക്കും. നമ്മൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നേരെ എൽ ഇസ് ഈക്വൽ ടു ആർ ക്രോസ് പി, വെക്ടർ എൽ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് പി എന്ന് എഴുതിയാൽ മതി. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതുന്നത്. എന്താണ് ഈ എൽ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിളിന്റെ ആംഗുലാർ മൊമെന്റം ആണ്. ഏത് പാർട്ടിക്കിൾ? ഇത് പാർട്ടിക്കിൾ വി ആർ കൺസിഡറിങ്. ആ പാർട്ടിക്കിൾ മേലെ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പി ആ പാർട്ടിക്കിളിന്റെ ലീനിയർ മൊമെന്റം ആണ്. ആർ ആ പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ ആണ്. ഇത്രയും സംഗതികൾ നിങ്ങൾക്ക് അറിയാം. അറിയാലോ, അതാണ് മൊമെന്റം, ആംഗുലാർ മൊമെന്റത്തിന്റെ ഡെഫിനിഷൻ ആണ് ഇത്. വെക്ടർ എൽ ഇസ് ഈക്വൽ ടു വെക്ടർ ആർ ക്രോസ് വെക്ടർ പി. ആംഗുലാർ മൊമെന്റം ഓഫ് ദാറ്റ് പാർട്ടിക്കിൾ അബൌട്ട് ദി ഒറിജിൻ വി കൺസിഡറിങ്. about the origin, vector L is equal to vector R. R is then position vector ആണ് R. R vector R cross vector P. അങ്ങനെയാണ് എടുക്കേണ്ടത്. പ്രത്യേകിച്ച് ഇതിന് about ആയിട്ടൊന്നും പറയാത്തത് കൊണ്ട് you choose it as about the origin from which the position vector is R. പാർട്ടിക്കിളിന്റെ പൊസിഷൻ വെക്ടർ R ആകുന്ന ഒറിജിൻ ഏതാണ്? ആ ഒറിജിൻ about ആയിട്ടുള്ള മൊമെന്റ് ഓഫ് ആംഗുലാർ മൊമെന്റം ആണ് വെക്ടർ L is equal to vector R cross P എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിനെ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. മൊത്തം ടൈമിനനുസരിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. റിമെമ്പർ, ഇത്ര എഴുതിയല്ല, എന്റെ കൂടെ തന്നെ എഴുതാം, ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് എൽ, അതാണ് എൽ എച്ച് എസ് എടുത്തത്. ദെൻ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി എന്ന് കിട്ടി. ഇനി ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓരോ ടേമിനും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പ്ലസ് ചെയ്താൽ മതി. ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി പറഞ്ഞാൽ ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി ബൈ ഡി ടി ഓഫ് പി. ഇത് ഇവിടെ വേണമെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ പഠിക്കാത്ത ഒരു റിസൾട്ട് ഉണ്ട്, അത് ഞാൻ എഴുതാൻ വിട്ടതാണ്. ഡി ബൈ ഡി ടി ഓഫ് എ ബി, രണ്ട് പ്രോഡക്റ്റ് റൂൾ. എ ഇൻറ്റു ബി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഡി എ ബൈ ഡി ടി ഇൻറ്റു ബി പ്ലസ് എ ഇൻറ്റു ഡി ബി ബൈ ഡി ടി. ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ അത് ടൈപ്പ് ചെയ്ത് തരാം. ഒരു മിനിറ്റ്, ഞാൻ അതും കൂടി അതിന്റെ സൈഡിൽ ആഡ് ചെയ്ത് തരാം. So this is the result. ഓക്കെ, ഈ റിസൾട്ട് ആണ് ഇവിടെ ഉപയോഗിച്ചത്. സോറി, ഒരു എഡിറ്റിംഗ് കൂടി. 1 minute. ഇതാണ് ഇവിടെ ഉപയോഗിച്ച റിസൾട്ട്. എ ഇൻറ്റു ബി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷൻ, വെക്ടറോ സ്കെയിലറോ ഏതോ ആയിക്കോട്ടെ. വെക്ടർ ആകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓർഡർ കീപ്പ് ചെയ്യണം. ക്രോസ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് ഓർഡർ മാറി. എ ക്രോസ് ബി, ബി ക്രോസ് എയും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ ഇതേ ഓർഡറിൽ തന്നെ പഠിക്കുക. സോ ഡി ബൈ ഡി ടി ഓഫ് എ ബി എന്ന് പറയുന്നത് പ്രോഡക്റ്റ് റൂൾ ആണ്. ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് എ വിത്ത് ടൈം ഇൻറ്റു ബി, എന്നിട്ട് അതിന്റെ റിസൾട്ടിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, പ്ലസ് എ ഇൻറ്റു ഡി ബി ബൈ ഡി ടി. ഇത് ഒരു സൈഡിൽ എഴുതി വെച്ചോളൂ. ഈ റൂളാണ് ഇവിടെ അപ്ലൈ ചെയ്തത്. ഡി ബൈ ഡി ടി ഓഫ് എനി പ്രോഡക്റ്റ്, രണ്ടാളുണ്ട് എ ബി എന്ന് പറയുന്ന രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് ഡി എ ബൈ ഡി ടി ഇൻറ്റു ബി എന്ന് ചെയ്യാം, പ്ലസ് എ ഇൻറ്റു ഡി ബി ബൈ ഡി ടി ചെയ്യാം. അപ്പൊ അതേ റൂളാണ് ഇവിടെ. സോ ഡി ബൈ ഡി ടി ഓഫ് എൽ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി ടി ക്രോസ് പി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി. ഇവിടെ ഇൻറ്റു എന്നുള്ളതിന് പകരം ഇവിടെ ക്രോസ് ആണെന്ന് മാത്രം, വെക്ടറിന്റെ ക്രോസ് ചിഹ്നാണെന്ന് മാത്രം.
അപ്പൊ ഇതാണ് ഈ ഒരു റിസൾട്ട് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇനി ഞാൻ എഴുതാണ് ഇത് നോക്കുക നിങ്ങൾ, ഡി ആർ ബൈ ഡി ടി, അപ്പൊ ഡി ബൈ ഡി ടി ഓഫ് ആർ ക്രോസ് പി, അതിനെ എക്സ്പാൻഡ് ചെയ്താൽ ഫസ്റ്റ് ആറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം യൂസിങ് ദിസ് പ്രോഡക്റ്റ് റൂൾ. ഫസ്റ്റ് എനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. സോ ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ബി, ഇൻറ്റു ബിക്ക് പകരം ഇവിടെ ക്രോസ് പി, ഇവിടെ പി ആണ്, അപ്പോൾ ക്രോസ് പി പ്ലസ് പിന്നെ എ ഇൻറ്റു, അപ്പൊ ഇവിടെ എന്റെ സ്ഥാനത്ത് ഒന്ന് ആറാണ്, വെക്ടർ ആർ ക്രോസ് ഡി ബൈ ഡി ടി ഓഫ് പി, ബിന്റെ സ്ഥാനത്ത് പി യുമാണ്. അപ്പോൾ മനസ്സിലായല്ലോ, ഈ റൂൾ ഉപയോഗിച്ചിട്ട് ഡിഫറൻഷിയേഷൻ നടത്തി. ഈ റൂൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, പ്രോഡക്റ്റ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ എന്നാണ് ഇതിനെ പറയുക, നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് സൈഡിൽ എഴുതി വെക്കുന്നത് നന്നായിരിക്കും ഈ റിസൾട്ട്. ഇനി നിങ്ങൾ ഓരോ ടേം നോക്കൂ. ദിസ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് ആർ, പൊസിഷൻ വെക്ടറിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. എന്താണ് പൊസിഷൻ വെക്ടർ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി ആണ് കിട്ടുക. നമ്മൾ നേരത്തെ പഠിച്ചാണ്, ഡിഫറൻഷിയേറ്റ് ചെയ്താൽ വെലോസിറ്റി ആണ് കിട്ടുക പൊസിഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ. സോ പി എന്ന് പറയുന്നത് വെക്ടർ പി മൊമെന്റം ആണ്. മൊമെന്റത്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, എം വി ആണ്. ഇനി അതുപോലെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ നമുക്കറിയാം, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഡി ബൈ ഡി ടി ഓഫ് മൊമെന്റം ഗിവ്സ് യു ദി ഫോഴ്സ് ബൈ ന്യൂട്ടൺ സെക്കൻഡ് ലോ. ദിസ് ഈസ് ന്യൂട്ടൺ സെക്കൻഡ് ലോ. P equal to mv, dp by dt എന്ന് പറയുന്നത് f ആണ്, dr by dt എന്ന് പറയുന്നത് v ആണ്. ഇത്രയും ക്വാണ്ടിറ്റീസ് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയും എഴുതിയിട്ടുണ്ടാവുമല്ലോ, എഴുതാ വേഗം. ഇതൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുക. നിങ്ങൾ എന്റെ മുന്നിൽ ചെയ്തെത്തണം. അപ്പൊ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ ഡി ബൈ ഡി ടി ഓഫ് എൽ തന്നെയാണ്. ഇവിടെ ആദ്യം ഡി ആർ ബൈ ഡി ടി എന്ന് പറയുന്നത് വി ആകും. സോ വി ക്രോസ് പി എന്ന് പറയുന്നത് എം വി ആകും. സോ വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് ഡി പി ബൈ ഡി ടി എന്താവും, എഫ് ആകും. സോ ആർ ക്രോസ് എഫ്. ക്ലിയർ? സോ ഡി എൽ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു വി ക്രോസ് എം വി പ്ലസ് ആർ ക്രോസ് എഫ്. ഇനി വി ക്രോസ് എം വി എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം, എം സ്കെയിലാർ ആണ്, അപ്പൊ അതിനെ പുറത്തെടുക്കാം. എം ഇൻറ്റു വി ക്രോസ് വി എന്ന് എഴുതാം. പക്ഷെ വി ക്രോസ് വി സീറോ ആയിരിക്കും, കാരണം നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട് എ ക്രോസ് എ സീറോ ആണ്. ഏതൊരു വെക്ടറിനെയും അതിനോട് തന്നെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അവ തമ്മിലുള്ള ആംഗിൾ സീറോ ആയിരിക്കും. അപ്പൊ അതിന്റെ മാഗ്നിറ്റ്യൂഡ് സീറോ ആയി പോകും. സോ സീറോ ആയിരിക്കും ആൻസർ. സീറോ വെക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. സോ വി ക്രോസ് വി ഈസ് ഈക്വൽ ടു സീറോ. അപ്പൊ ഈ സാധനം സീറോ ആയി പോയി. സോ ദിസ് ടേം വിൽ ബിക്കം സീറോ. വി ക്രോസ് എം എന്ന് പറയുന്ന ടേം സീറോ. പിന്നുള്ളത് ആർ ക്രോസ് എഫ് ആണ്. ആർ ക്രോസ് എഫ് എന്താണ്, ടോർക്ക് ആണ്. നമ്മൾ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്, ടോർക്കിന്റെ ഡെഫിനിഷൻ പഠിച്ചിട്ടുണ്ട്. ആർ ക്രോസ് എഫ് ആണ് ടോർക്കിന്റെ ഡെഫിനിഷൻ. സോ ആർ ക്രോസ് എഫ് ഇസ് ഈക്വൽ ടു ദ ടോർക്ക്. അപ്പൊ ഇത് വീണ്ടും ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. സോ ഡി ബൈ ഡി ടി ഓഫ് എൽ ഇസ് ഈക്വൽ ടു ടോ എന്ന് കിട്ടും, കാരണം ഇത് സീറോ ആയി പോകും. ആർ ക്രോസ് എഫ് ടോ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഡി ബൈ ഡി ടി ഓഫ് എൽ ഇസ് ഈക്വൽ ടു ടോ. ഓർ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഓഫ് എ പാർട്ടിക്കിൾ ഇസ് ഈക്വൽ ടു ദി നെറ്റ് ടോർക്ക് ഓൺ ദി പാർട്ടിക്കിൾ. ആ പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ടോർക്കിന് തുല്യമാണ് അതിന്റെ ആംഗുലാർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച്. ഇത് സാധാരണ മോഷനിലെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോന്റെ അതേ സ്ഥാനമാണ്. അവിടെ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ പറയുന്നത് എന്താ, എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ദ നെറ്റ് ഫോഴ്സ് ആക്ടിംഗ് ഓൺ എ ബോഡി ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ലീനിയർ മൊമെന്റം ഓഫ് ദാറ്റ് ബോഡി. Remember, the net force acting on a body is rate of change of linear momentum of that body. That is F is equal to dp by dt. അതുപോലെ റൊട്ടേഷണൽ മോഷനിലുള്ള ഇക്വേഷൻ ആണ് ടോ is equal to dl by dt. Valid for any system of particle. റിജിഡ് ബോഡി ആവാം, മറ്റ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം ആകാം. വാട്ട് എവർ ബി ദി സിസ്റ്റം, എല്ലാവർക്കും ബാധകമാണ് എന്ത്, dl by dt is equal to ടോ എന്നുള്ള ഇക്വേഷൻ. ഓക്കെ, സോ റിമെമ്പർ ദിസ് ഇക്വേഷൻ dl by dt equal to ടോ. അതിന്റെ ഡെറിവേഷൻ ഓർത്തിരിക്കുക. നമ്മൾ സിംഗിൾ പാർട്ടിക്കിളിനാണ് ഡിറൈവ് ചെയ്തത്. ഓക്കെ, ഇനി ദിസ് റിലേഷൻ ഇതും കൂടി എഴുതണം. ദിസ് റിലേഷൻ ക്യാൻ ബി ഡിറൈവ്ഡ് ഫോർ എ സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൾസോ. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ കേസിലും ഇതുപോലെ ഡിറൈവ് ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ ഒരു അസംഷൻ ഉണ്ട്. എന്താണ് അസംഷൻ കൊടുക്കേണ്ടത്? ബൈ അസ്യൂമിംഗ് ദാറ്റ് ദി ഇന്റേണൽ ഫോഴ്സസ് ആക്ട് അലോങ് ദി ലൈൻ ജോയിനിങ് ദി പാർട്ടിക്കിൾസ്. സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് വരുമ്പോൾ അവിടെ ഇന്റേണൽ ഫോഴ്സും എക്സ്റ്റേണൽ ഫോഴ്സും വരും. അപ്പൊ ഇന്റേണൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പോ 10 പാർട്ടിക്കിൾ ഉണ്ട്, M1 M2 M3, അങ്ങനെ M1 M2 തമ്മിൽ ഒരു ഇന്റേണൽ ഫോഴ്സ് ഉണ്ടാവും, ആ M2 M3 തമ്മിൽ ഉണ്ടാവും. അങ്ങനെയുള്ള ഇന്റേണൽ ഫോഴ്സസ് ആ പാർട്ടിക്കിൾസ് ഇന്റേണൽ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ആ പാർട്ടിക്കിൾസിനെ പരസ്പരം ജോയിൻ ചെയ്യുന്ന ലൈനിന് അലോങ് ആയിട്ടാണ് എന്നർത്ഥം. അങ്ങനെയാണ് സാധാരണ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആവട്ടെ, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ആവട്ടെ, ഇത്തരം ഫോഴ്സുകളൊക്കെ തന്നെ ആക്ട് ചെയ്യാം. എല്ലാ നമുക്ക് അറിയുന്ന ഫോഴ്സുകളൊക്കെ, ബേസിക് ഫോഴ്സുകളൊക്കെ തന്നെ ആക്ട് ചെയ്യാൻ നോർമലി അലോങ് ദി ലൈൻ ജോയിനിങ് ദി ടു പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അതൊരു വെറും അസംഷൻ അല്ല, അതൊരു സത്യമാണ്. എന്ത്, the internal forces act along the line joining the particles. അങ്ങനെ ആവുമ്പോൾ ഈ ഇന്റേണൽ ഫോഴ്സസ് കൊണ്ടുള്ള ടോർക്ക് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോ then for a system of the particles also you can write dl by dt is equal to tau. അപ്പൊ ആ കേസിൽ ടോ എന്ന് പറയുന്നത് തന്നെ എക്സ്റ്റേണൽ ടോർക്ക് ആണ്. ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇന്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള ടോർക്ക്
ഇവിടെ പരിഗണിക്കുന്നില്ല. L ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം. സോ ടോട്ടൽ ആംഗുലാർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഈസ് ഗവേൺഡ്. അതിന്റെ ചേഞ്ച് ബാധിക്കുന്ന എന്ത് കാരണം കൊണ്ടാണ്? നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് കൊണ്ടാണ്. ഇന്റേണൽ ടോർക്ക് കൊണ്ട് ടോട്ടൽ ആംഗുലാർ മൊമെന്റം ചേഞ്ച് ചെയ്യില്ല. നേരത്തെ നമ്മൾ പറഞ്ഞു ടോട്ടൽ ലീനിയർ മൊമെന്റം ഓഫ് ദി സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് cannot be changed by ഇന്റേണൽ ഫോഴ്സസ്. ഇന്റേണൽ ഫോഴ്സസ് കൊണ്ട് സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം മാറ്റാൻ കഴിയില്ല. അതിന് എന്ത് തന്നെ വേണം? എക്സ്റ്റേണൽ ഫോഴ്സ് വേണം. സിസ്റ്റത്തിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ദി ആംഗുലാർ മൊമെന്റം ഓഫ് ദി സെന്റർ ഓഫ് മാസ്. ലീനിയർ മോഷന്റെ കേസാ പറഞ്ഞത്. അപ്പോൾ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ ലീനിയർ മൊമെന്റം ടോട്ടൽ ലീനിയർ മൊമെന്റം മാറ്റണമെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സ് വേണം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്, അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫോഴ്സിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് P is equal to dp/dt. സോറി, എക്സ്റ്റേണൽ ഫോഴ്സ് എന്ന് പറഞ്ഞത് ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ് dp/dt. ഇവിടെ ഒരു സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിന്റെ എക്സ്റ്റേണൽ ടോർക്ക് എന്ന് പറയുന്നത് അതിന്റെ ടോട്ടൽ ആംഗുലാർ മൊമെന്റത്തിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ ഈ ഇക്വേഷൻ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾ നമ്മൾ ഡിറൈവ് ചെയ്തു. അത് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിനും വാലിഡ് ആണ്. എന്താണ് ഇതിന്റെ അസംഷൻ? ഈ ഒരൊറ്റ അസംഷനേ ഉള്ളൂ. ബൈ അസ്യൂമിംഗ് ദാറ്റ് ഇന്റേണൽ ഫോഴ്സസ് ആക്ടിങ് അലോങ് ദി ലൈൻ ജോയിനിങ് ദി പാർട്ടിക്കിൾ. അങ്ങനെ വന്നാൽ മാത്രമേ ഈ ഇന്റേണൽ ഫോഴ്സ് കൊണ്ടുള്ള ടോർക്ക് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകുള്ളൂ. അപ്പൊ പിന്നെ നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് മാത്രമേ ആ സിസ്റ്റത്തിലുള്ളൂ. ആൻഡ് ദാറ്റ് നെറ്റ് എക്സ്റ്റേണൽ ടോർക്ക് ഈസ് ഈക്വൽ ടു dl/dt എന്നാണ് സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസിൽ ഇക്വേഷൻ എഴുതേണ്ടത്. So the rate of change of total angular momentum of a system of particle അല്ലെങ്കിൽ of a system about origin is equal to the net external torque on the system about the same origin. ഇതാണ് അതിന്റെ സ്റ്റേറ്റ്മെന്റ്. Okay, the time rate of change of total angular momentum of a system about origin is equal to the net external torque acting on the system about origin. ഇതാണ് ടോട്ടൽ tau is equal to dl/dt എന്നുള്ളത്. ഓക്കെ, ഇതുവരെ മതി. നമുക്ക് തൽക്കാലം മൈൻഡ് അപ്പ് ചെയ്യാം. ഇന്ന് സെഗ്നിയേഴ്സിന്റെ വാല്യുവേഷൻ ക്യാമ്പ് തുടങ്ങുന്ന ദിവസം. ഈ ഡെറിവേഷൻ വളരെ പ്രധാനമാണ്. ഇന്ന് പഠിപ്പിച്ചതൊക്കെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരുപാട് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. മൊമെന്റ് ഓഫ് ഇനർഷ്യയും അതുമായി ബന്ധപ്പെട്ട തിയറംസും അതിന്റെ പ്രോബ്ലംസും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞാൽ തൊട്ട് താഴെ ഇമ്പോർട്ടൻസിൽ വരുന്ന ആളാണ് ഡെറിവേഷൻ ഓഫ് tau is equal to dl/dt എന്നുള്ളത്. ഓക്കെ, അപ്പൊ എല്ലാവരും നന്നായിട്ട് അതൊക്കെ മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് മാറ്റിവെക്കാനുള്ള സമയമില്ല. ഓരോ നിമിഷവും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകേണ്ടിയിരിക്കുന്നു. ഇത് എല്ലാ വിഷയങ്ങളും അതിൻ്റെതായ ഇമ്പോർട്ടൻസോട് കൂടി പഠിക്കണം. ഇനിയും നിങ്ങൾ ഉണർന്ന് പ്രവർത്തിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് പ്രയാസം ഉണ്ടാക്കും. അപ്പൊ ഇപ്പോൾ നിങ്ങൾക്ക് അതിനൊക്കെയുള്ള സമയം തന്നിട്ടുണ്ട് ഗവൺമെന്റ്. സെപ്റ്റംബറിലാണ് പരീക്ഷ. സോ യു ഹാവ് ഇനഫ് ടൈം. നമ്മളെ ടോപ്പിക്കൊക്കെ കവർ ചെയ്യാൻ കഴിയും. കവർ ചെയ്തത് നിങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് പഠിച്ചു പോകാന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഓക്കെ, താങ്ക് യു.